അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും നല്ല കഥ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നമുക്കൊരു കഥയെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. അഹ്സനൽ ഖസസ്, കഥകളുടെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും സുന്ദരമായ കഥ. സാധാരണയിൽ നിന്ന് വിപരീതമായിട്ട്, ഖുർആനിൻ്റെ പൊതു ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആ കഥ ഒരു സൂറത്ത് മുഴുവനും പറയുന്നുണ്ട്. അങ്ങനെ ഖുർആനിൽ വേറൊരു കഥയും പറഞ്ഞിട്ടില്ല. ഈ സൂറത്തിലല്ലാതെ വേറെ സൂറത്തിൽ ഈ കഥയെക്കുറിച്ച് പറയുന്നുമില്ല. ഏതാണ് ആ സൂറത്ത്, ഏതാണ് ആ കഥ? നമുക്കെല്ലാവർക്കും അറിയാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കഥയാണ്. അതിനെക്കുറിച്ച് പറയുന്ന സൂറത്ത് യൂസുഫാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അധിക ദിവസങ്ങളിലും സുബഹി നമസ്കാരത്തിൽ സൂറത്ത് യൂസുഫ് പാരായണം ചെയ്യുമായിരുന്നു. ഓതി 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 ഖാല ഇന്നമാ അഷ്കൂ ബസ്സി വഹുസ്നി ഇലല്ലാഹ് എന്ന ആയത്തെത്തുമ്പോൾ കരഞ്ഞ് കരഞ്ഞ് ബാക്കി ഓതാൻ കഴിയാതെ വിങ്ങിപ്പൊട്ടി നിൽക്കുമായിരുന്നു. ഞാൻ എൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ എൻ്റെ റബ്ബിനോട് മാത്രമാണ് പറയുന്നത് എന്ന യാക്കൂബ് നബിയുടെ വചനം ഓതിയിട്ട് അദ്ദേഹം കരയുമായിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടും റിവായത്ത് ചെയ്യപ്പെടുന്നുണ്ട്, അധിക ദിവസങ്ങളിലും സുബഹിയിൽ അദ്ദേഹവും ഈ സൂറത്ത് പാരായണം ചെയ്യുമായിരുന്നു. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സഹാബാക്കളിൽ അധിക പേരും സൂറത്ത് യൂസുഫ് മനഃപ്പാടമാക്കിയത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പിന്നിൽ സുബഹിക്ക് നിന്നിട്ടാണെന്ന് ചരിത്രത്തിൽ വരുന്നുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഈ സൂറത്തുമായി ബന്ധപ്പെട്ട് ഒന്ന് സ്വയം മനസ്സിനോട് ചോദിക്കാനും ആലോചിക്കാനും തയ്യാറാകേണ്ടതുണ്ട്. ഈ സൂറത്തിൻ്റെ തുടക്കത്തിൽ അള്ളാഹു പറഞ്ഞു തുടങ്ങുന്നത് നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസി ബിമാ ഔഹൈനാ ഇലൈക ഹാദൽ ഖുർആൻ വഇൻ കുൻത മിൻ ഖബ്ലിഹി ലമിനൽ ഗാഫിലീൻ. ആദ്യം ആരംഭം കഴിഞ്ഞിട്ട് മുഖദ്ദിമ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞിട്ട് അള്ളാഹു തുടങ്ങുന്നത് തന്നെ നഹ്നു നാം, നഖുസ്സു അലൈക നിൻ്റെ മേൽ അല്ലെങ്കിൽ അങ്ങയുടെ മേൽ ഒരു കഥ വിവരിച്ചു തരാൻ പോവുകയാണ്. എങ്ങനെയുള്ള കഥയാണത്? അഹ്സനൽ ഖസസ്, കഥകളുടെ കൂട്ടത്തിൽ ഏറ്റവും മനോഹരമായ, ഏറ്റവും സുന്ദരമായ, ഏറ്റവും അധികം ഹൃദയത്തെ ആകർഷിക്കുന്ന ഒരു കഥയാണ് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. അതിനുശേഷമാണ് ദീർഘമായി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കഥ പറയുന്നത്. ഇനി ഞാൻ നിങ്ങൾക്കൊരു ടാസ്ക് തരികയാണ്. എല്ലാവരും ഒന്ന് മനസ്സിൽ കൈവച്ചിട്ട്, അത് ശരിക്കും വെക്കണമെന്നില്ല, മനസ്സിലേക്കൊന്ന് നോക്കിയിട്ട് നമ്മുടെ നഫ്സിനോട് നമ്മളൊന്ന് ചോദിക്കുക. ഓർമ്മ വെച്ച കാലങ്ങൾക്ക് മുതൽ നമ്മൾ ഒരുപാട് കഥകൾ വായിച്ചിട്ടുണ്ട്, നോവലുകൾ വായിച്ചിട്ടുണ്ട്, സിനിമകൾ കാണുന്നതാണെങ്കിൽ സിനിമകൾ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ അറിഞ്ഞ, വായിച്ച, കേട്ട കഥകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കഥ ഈ യൂസുഫ് നബിയുടെ കഥയാണെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? ഉത്തരം പറയണമെന്നില്ല, സ്വന്തം മനസ്സിനോട് ചോദിച്ചാൽ. ഞാൻ ചോദിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും. കാരണം അള്ളാഹു അവൻ്റെ കലാമിൽ പറയാണ്, ഞാനൊരു കഥ പറയാൻ പോവുക, അത് ഏറ്റവും മനോഹരമായ കഥയാണ്. ആരാ പറയുന്നത്? അള്ളാഹു ആണ് പറയുന്നത്. അള്ളാഹു പറഞ്ഞത് കള്ളമാവോ? ഒരിക്കലും കള്ളാവൂല, അതെന്തായാലും സത്യം. പക്ഷേ നമ്മൾ നമ്മുടെ മനസ്സിനോട് ചോദിക്കാൻ ശ്രമിച്ചാൽ നമുക്കങ്ങനെ ഫീലായിട്ടുണ്ടോ? അള്ളാഹു അങ്ങനെ ഫീലായിട്ടില്ല എന്ന് പറഞ്ഞാൽ കുഫറായി പോവോ, ഖുറാൻ്റെ നിഷേധമായി പോവോ എന്ന് പേടിച്ചിട്ട് ഉത്തരം പറയാൻ നിൽക്കണ്ട. തൽക്കാലം സത്യം പോലെ മനസ്സിനോട് ചോദിച്ചിട്ട് മനസ്സിനോട് തന്നെ ഉത്തരം ചോദിക്കുക. നമുക്കങ്ങനെ ഫീലായിട്ടുണ്ടോ? ഫീലായിട്ടില്ല എന്നാണ് ഉത്തരമെങ്കിൽ ഫീലാകണ്ടേ? അള്ളാഹു പറയുന്നത് എന്തായാലും കളവാവോ? ഇല്ലല്ലോ, ഫീലാകണ്ടേ? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കഥ കേൾക്കുമ്പോൾ, ആ കഥ വായിക്കുമ്പോൾ, ഇതാണ് ഏറ്റവും മനോഹരമായ കഥ, ഇതിനേക്കാൾ മനോഹരമായ മറ്റൊരു കഥ ഇല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടണ്ടേ? അത് വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നിർബന്ധമായി അംഗീകരിച്ചാൽ പോരാ, മറിച്ച് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊരു ഫീല് വരണം. അങ്ങനെ വരണ്ടേ? ഇത്രയും കാലം ആ ഫീല് വന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും അതിനുള്ള കാരണം? ഒരുപാട് ഇങ്ങനെ ആലോചിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ മനസ്സിലായത് പ്രധാനമായിട്ടും 2 കാരണങ്ങളാണ്. നമുക്ക് യൂസുഫ് നബിയുടെ കഥ ഏറ്റവും മനോഹരമായ കഥയായി തോന്നാത്തതിനുള്ള കാരണങ്ങൾ 2 കാരണങ്ങളാണ്. ഒന്നാമത്തത്, നമ്മൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കഥ പരിശുദ്ധ ഖുർആനിൽ നിന്ന് വായിക്കുന്നതിന് മുമ്പ് തന്നെ പണ്ടേ അറിഞ്ഞിട്ടുണ്ട്. ആ കഥയിലുള്ള എല്ലാ ട്വിസ്റ്റുകളും ടേണുകളും അതിൻ്റെ ക്ലൈമാക്സും എന്ത് സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ നമുക്ക് ആദ്യമേ അറിയാം.
നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. പണ്ട് മുതലേ ക്ലൈമാക്സ് എന്താണെന്ന് അറിഞ്ഞാൽ കഥ വായിക്കാൻ പണ്ടേ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല. ആരാണ് ഇതിലെ കൊലയാളി, ആരാണ് ഇതിലെ കുറ്റക്കാരൻ, ആരാണ് അത് തട്ടിക്കൊണ്ടുപോയതെന്ന് ആദ്യം നമ്മളോട് പണ്ടൊക്കെ നമ്മൾ കഥ വായിക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ ഇരിക്കുമ്പോൾ ചില കുട്ടികളെ നമ്മളെ ഇടങ്ങേറാക്കാൻ വേണ്ടി അതിൻ്റെ അവസാനത്തെ പേജിലെ കഥ ഒച്ചത്തിൽ വന്ന് പറയും. നമ്മൾ അവനെ അടിക്കാൻ വേണ്ടി ബാക്കിൽ ഓടും. കാരണം എന്താ, പിന്നെ ഇനി കിതാബ് വായിച്ചിട്ട് ഒരു കാര്യമില്ല, അതിൻ്റെ രസം പോയി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ കഥയിലുള്ള രസം കിട്ടാത്തത് ആദ്യമേ നമ്മൾ കഥയുടെ എല്ലാ ട്വിസ്റ്റുകളും ക്ലൈമാക്സുകളും അറിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിണറിൽ വീഴുന്നു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം കുറച്ച് കഴിഞ്ഞിട്ട് അവിടുന്ന് രക്ഷപ്പെടുന്നു. ജയിലിലാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അറിയാം കുറച്ച് കഴിഞ്ഞിട്ട് രാജാവാകുന്നു. അപ്പോൾ നമുക്ക് എല്ലാ ക്ലൈമാക്സും അറിയാം. അപ്പോൾ ക്ലൈമാക്സ് അറിഞ്ഞിട്ട് കഥ കാണുന്നതുകൊണ്ടായിരിക്കണം, ഞാൻ എൻ്റെ നിഗമനങ്ങളാണ് പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടേതായ ചിന്തകളുണ്ടാവും. ശരിക്കും നമ്മൾ ആലോചിക്കണം, പക്ഷേ എന്തുകൊണ്ടാണ് കഥ അഹ്സനുൽ ഖസസ് ആയിട്ട് നമുക്ക് തോന്നുന്നില്ല എന്നുള്ളത്. ഒരു പക്ഷേ ഒന്നെങ്കിൽ ക്ലൈമാക്സ് അറിഞ്ഞിട്ട് കാണുന്നത് കൊണ്ടായിരിക്കണം, വായിക്കുന്നത് കൊണ്ടായിരിക്കണം നമുക്കത് തോന്നാത്തത്. രണ്ടാമത്തെ കാരണം അത് പ്രധാനപ്പെട്ടതാണ്, അത് നിഗമനമല്ല, അത് വാസ്തവമാണ്. എന്തുകൊണ്ട് നമുക്ക് സൂറത്ത് യൂസുഫിൽ അള്ളാഹു പറഞ്ഞു തന്ന കഥ അഹ്സനുൽ ഖസസ് ആയിട്ട് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള പ്രധാനപ്പെട്ട ഉത്തരം, ഇതുവരെയും അള്ളാഹു പറഞ്ഞു തന്ന കഥ നമ്മൾ കേട്ടിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ സൂറത്ത് യൂസുഫിലെ യൂസുഫ് നബിയുടെ കഥ ഇനാം ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്, അനസ് ഉസ്താദ് പറയുന്നത് കേട്ടിട്ടുണ്ട്, ബാക്കി നാട്ടിലെ പല ഉസ്താദന്മാരും നമുക്ക് കഥ പറഞ്ഞു തന്നിട്ടുണ്ട്, ഉമ്മയും ഉപ്പയും ചെറുപ്പത്തിലേ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, പല പുസ്തകങ്ങളിലും മലയാള പുസ്തകങ്ങളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്, കഥാപ്രസംഗങ്ങളിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു തന്ന കഥ കേട്ടിട്ടുണ്ടോ? അള്ളാഹുവിൻ്റെ വാക്കുകളിലൂടെ അതിനെ മനസ്സിലാക്കിയിട്ടുണ്ടോ? തർജ്ജമ നോക്കി വായിച്ചതല്ല ഞാൻ പറയുന്നു. ലോകത്തുള്ള മുഴുവൻ പണ്ഡിതന്മാരും, അതിന് ഏത് വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരാകട്ടെ, അവരൊക്കെ ഏകോപിച്ച് പറഞ്ഞൊരു കാര്യം, ഖുർആനിൻ്റെ തർജ്ജമ ഒരിക്കലും ഖുർആൻ പോലെ ആവൂല എന്നല്ലേ. അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് അഹ്സനുൽ ഖസസായി തോന്നിയിട്ടില്ല എന്നുള്ളതിന് പ്രധാനപ്പെട്ട മറുപടി, അള്ളാഹു പറയുന്നത് അതുപോലെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെയും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. എങ്ങാനും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അറബി ശരിക്കും അറിഞ്ഞിട്ട് അള്ളാഹു പറഞ്ഞത് അതുപോലെ തന്നെ കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു സംശയവും ഇല്ലാതെ എഴുന്നേറ്റ് നിന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയും, ഞാൻ വായിച്ചിട്ടുള്ള നോവലുകളിൽ, ഞാൻ കണ്ട സിനിമകളിൽ, സീരീസുകളിൽ, അതുപോലെയുള്ള മുഴുവൻ സാധനങ്ങളിലും വെച്ച് ഏറ്റവും ഹസ്സനായ ഖസസ് പടച്ചവനെ നിൻ്റെ ഖസസാണ്. അത് ചിലപ്പം ഓരോ തവണ നമ്മൾ വായിച്ച കഥയാണെങ്കിലും അറിഞ്ഞ കഥയാണെങ്കിലും വീണ്ടും വീണ്ടും സൂറത്ത് യൂസുഫ് ഓതുമ്പോൾ നമുക്ക് ആ രസം കിട്ടും. അതാ ഖുർആൻ്റെ മാത്രം പ്രത്യേകത. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ക്ലൈമാക്സ് അറിഞ്ഞിട്ട് വായിച്ചാൽ രസം ഉണ്ടാവില്ല എന്നല്ലോ. പക്ഷെ ഖുർആനിൻ്റെ മാത്രം പ്രത്യേകതയാണ്, ആവർത്തിച്ച് വായിക്കും തോറും രസം കൂടി വരും, ഓരോരോ പോയിന്റുകൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടും. ഞാൻ എപ്പോഴും ആലോചിക്കലുണ്ട്, കഴിഞ്ഞ വർഷം സൂറത്ത് യൂസുഫ് ഓതി തറാവീഹിൽ ഓതി പ്രസംഗിച്ചപ്പം നമ്മൾ കുറച്ച് പ്രസംഗിച്ചു എന്ന് വിചാരിക്കാം, പോയിന്റുകൾ പറഞ്ഞു എന്ന് വിചാരിക്കാം. ഈ വർഷം നമ്മൾ ആ പോയിന്റ് ആവർത്തിക്കൂല. കാരണം എന്താ, കഴിഞ്ഞ വർഷം പറഞ്ഞല്ലേ. അല്ലെങ്കിൽ ഇന്നലെ നസീഹത്തിൽ പറഞ്ഞ പോയിന്റുകൾ അതേപോലെ ഇന്ന് ഞാൻ ആവർത്തിക്കുമോ? ഇല്ല, മാറ്റിപ്പിടിക്കും. അത് ഇന്നലെ നിങ്ങൾ കേട്ടതല്ലേ, ഇന്നും ഞാൻ അതെന്നെ ആവർത്തിച്ച് പറഞ്ഞാൽ അതൊരു മടുപ്പല്ലേ. പക്ഷെ പരിശുദ്ധ ഖുർആനിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഫിർഔനും സാഹിര്യങ്ങളുമായുള്ള സംഭവം ഇന്നലെ പറയുന്നു, മറ്റന്നാളെ വീണ്ടും പറയുന്നു, 3-4 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും അത് ആവർത്തിക്കുന്നു, അതേ വാക്കുകൾ ചെറിയ വ്യത്യാസത്തോടു കൂടി. അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലിഹിസ്സലാത്തു വസ്സലാമയുടെ സംഭവം ഇന്നലെ ആവർത്തിച്ചു, മനഞ്ഞാന്ന് ആവർത്തിച്ചു, 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ആവർത്തിക്കുന്നു. ആദം നബി അലിഹിസ്സലാത്തു വസ്സലാമും ഇബ്ലീസും തമ്മിലുള്ള സംഭവം, ആ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുന്ന സംഭവം 3, 4, 5 തവണ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ആവർത്തിക്കുന്നു. പക്ഷേ ഇത്രയൊക്കെ ആവർത്തിച്ചിട്ടും, വർഷങ്ങളായിട്ട് നമ്മളത് ഓതാൻ തുടങ്ങിയിട്ടും, ആവർത്തിച്ച് നമ്മൾ പാരായണം ചെയ്തിട്ടും, ഓരോ പ്രാവശ്യം നമ്മൾ പാരായണം ചെയ്യുമ്പോൾ പുതിയ പുതിയ ആശയങ്ങൾ കിട്ടുക, പുതിയ പുതിയ രസങ്ങൾ കിട്ടുക. അത് പരിശുദ്ധ ഖുർആനിൻ്റെ മുഅ്ജിസത്താണ്, അത്ഭുതങ്ങളിൽ ഒന്നാണ്. അപ്പം നമുക്ക് എന്തുകൊണ്ട് ഏറ്റവും നല്ല കഥയായിട്ട് തോന്നിയിട്ടില്ല എന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഉത്തരം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് നമ്മുടെ നിർഭാഗ്യവശാൽ ഇതുവരെയും അറബി പഠിക്കാൻ നമ്മൾ തയ്യാറാകാത്തതുകൊണ്ട്, ബാക്കിയൊക്കെ പഠിച്ചു, പക്ഷെ ഇപ്പോഴും അതൊരു ബാലികാറാമലയായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് നമുക്ക് പറ്റൂല എന്നൊരു ചിന്ത ഉള്ളത് കൊണ്ട്, അള്ളാഹുവിൻ്റെ കലാമിലൂടെ അതിനെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാത്തത് കൊണ്ടാണ് ഇപ്പോഴും നമുക്കതിൻ്റെ രസം കിട്ടാത്തത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഞാനിരുന്ന് ഇങ്ങനെ കഥ പറയുമ്പോൾ നിങ്ങൾക്ക് രസം കിട്ടുന്നുണ്ടെങ്കിൽ, അള്ളാഹു നേരിട്ടൊരു കഥ പറയുന്നത് അതേ ഫീലോടുകൂടി കേൾക്കാൻ സാധിച്ചാൽ എത്ര വലിയ കാര്യം, അത് ചില്ലറ കാര്യമാണത്. പക്ഷെ അതെല്ലാവരും നിയത്ത് വെച്ചുകൂടെ അങ്ങനെ കേൾക്കുമെന്ന് ഇൻഷാ അല്ലാഹ് പറ്റും, ശ്രമിച്ചാൽ അതിന് സാധിക്കും. അവസാനം നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് പറയാം. സൂറത്ത് യൂസുഫിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത, അതിൽ ഏറ്റവും നല്ല കഥ പറയുന്നുണ്ട്. രണ്ടാമത്തെ പ്രത്യേകത എന്താ അറിയോ, സൂറത്ത് യൂസുഫ് ഇറങ്ങുന്നത് സമയം അധിക പണ്ഡിതന്മാരും പറയുന്നത് ആമുൽ ഹുസ്നിലാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ദുഃഖത്തിൻ്റെ വർഷം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വർഷമുണ്ട്.
ആ വർഷത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തൻ്റെ പ്രിയങ്കരിയായ ഭാര്യ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയെ നഷ്ടമായത്. ആ വർഷത്തിലാണ് നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞു കേട്ട നബി തങ്ങൾ അത്രയും അധികം സ്നേഹിച്ച പ്രിയപ്പെട്ട കൊച്ചാപ്പ അബൂ താലിബ് നഷ്ടമായത്. ആ വർഷത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ പ്രതീക്ഷയോടുകൂടി തൻ്റെ കുടുംബക്കാരായ തായിഫുകാരുടെ അടുക്കലേക്ക് ഈ ദഅവത്തുമായി പോയതെങ്കിലും അവർ വളരെ നിന്ദിച്ച് വേദനിപ്പിച്ച് പീഡിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചയച്ചത്. അപ്പോൾ ദുഃഖങ്ങൾ ഒരുപാട് ഇങ്ങനെ ഒന്നിന് പിറകെ ഒന്നായി കുമിഞ്ഞുകൂടിയ വർഷമായിരുന്നു ആമുൽ ഹുസ്ൻ. ആ വർഷത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരാശ്വാസമായിട്ട് നബി തങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയ നുസൂൽ ചെയ്ത ഒരു സൂറത്താണ് സൂറത്ത് യൂസുഫ്. അതുകൊണ്ട് തന്നെ ഇബ്നു അത്താ റഹിമഹുല്ലാഹി പോലുള്ള പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ലാ യസ്മഉ സൂറത യൂസുഫ് മഹ്സൂനുൻ ഇല്ല സ്തറാഹ ഇലൈഹ. ദുഃഖത്തിൽ അകപ്പെട്ട് കിടക്കുന്ന, ഡിപ്രഷനിലും ടെൻഷനിലും പ്രയാസത്തിലും വേദനയിലും അകപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യൻ സൂറത്ത് യൂസുഫ് കേട്ടാൽ അവന് ഭയങ്കര റാഹത്ത് കിട്ടാൻ വേണ്ടിയാണ് അള്ളാഹു ഈ ഖുർആനെ ഈ സൂറത്തിനെ അവതരിപ്പിച്ചത്. റസൂലുള്ളാഹിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് സൂറത്ത് യൂസുഫ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടത്, ഓതുമ്പോൾ കിട്ടേണ്ടത്. കേൾക്കുമ്പോൾ നമുക്ക് ഒന്ന്, ഈ കഥ ഏറ്റവും നല്ല കഥയാണെന്ന് തോന്നണം. രണ്ടാമത്തത്, ആ സൂറത്ത് യൂസുഫ് വായിച്ച് കഴിയുമ്പോഴേക്ക് നമ്മുടെ ടെൻഷനുകളൊക്കെ മാറണം, ദുഃഖങ്ങളൊക്കെ മാറണം, വേദനകളും പ്രയാസങ്ങളൊക്കെ കുറയണം, നമ്മുടെ ഉള്ളിൽ പ്രതീക്ഷയും ഹോപ്പും ഒക്കെ വരണം. ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാവണം. ഇന്ന് സൂറത്ത് യൂസുഫ് മുഴുവനായി വിശദീകരിച്ചിട്ട് ഈ രണ്ട് കാര്യങ്ങളും വിശദീകരിക്കാൻ വേണ്ടി പോവല്ല, മറിച്ച് ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് തീർച്ചയായും സൂറത്ത് യൂസുഫിനെ കുറിച്ച് പഠിച്ചാൽ കിട്ടുമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. ബാക്കി നിങ്ങൾ പഠിക്കണം, കാരണം ഫുള്ള് പറയാൻ നിന്ന ഒരുപാട് ക്ലാസ്സുകളിൽ പറയേണ്ടി വരും. ചെറിയൊരു സൂചന ഇട്ടുതരാം. അഥവാ നമ്മൾ ആഴത്തിൽ ഇറങ്ങി പഠിച്ചാൽ ചരിത്രവും ഖുർആനും ബാക്കിയുള്ള ഹദീസുകളൊക്കെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാൽ ഈ പറഞ്ഞ രണ്ട് ലക്ഷ്യവും ഈ സൂറത്തിലൂടെ ലഭിക്കുമെന്നതിൻ്റെ ചെറിയൊരു തെളിവ്, ചെറിയൊരു സൂചന മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ തരുന്നത്. അല്ലാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാകട്ടെ. ആദ്യം സൂറത്ത് യൂസുഫാണ് ഏറ്റവും നല്ല കഥ എന്ന് നോക്കണമല്ലോ. സൂറത്ത് യൂസുഫ് വായിക്കുമ്പോൾ അതിന് നമ്മൾ ആലോചിക്കേണ്ടത്, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളും പ്രതിസന്ധികളും അള്ളാഹു അദ്ദേഹത്തിന് നൽകി. ഫിത്നകൾ അതിൻ്റെ എല്ലാ തലത്തിലും യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അനുഭവിച്ചു. ഈ പ്രശ്നങ്ങളുടെയൊക്കെ തുടക്കം എവിടെയായിരുന്നു? എന്തുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്? യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ പിതാവ് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് ബാക്കിയുള്ള 10 മക്കളെക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ 11 മക്കളെക്കാൾ കൂടുതൽ ആരെ ഇഷ്ടമായിരുന്നു? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടമാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം, അല്ലേ? അവിടെ അദ്ദേഹം കൂടുതലായി ഇഷ്ടപ്പെട്ടപ്പോഴാണ് ബാക്കിയുള്ള സഹോദരന്മാർ അസൂയ വെച്ചപ്പോഴാണ് അവർ കൊണ്ടുപോയി കിണറ്റിലിട്ടപ്പോഴാണ് പിന്നെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ചെയിന് പോലെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ നടന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, എന്തുകൊണ്ടായിരുന്നു യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് യൂസുഫ് നബി അലൈഹിസ്സലാമയോട് ഇത്രയും അധികം സ്നേഹം വരാനുള്ള കാരണമെന്നൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അതിന് പണ്ഡിതന്മാർ ഒരുപാട് കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ചരിത്ര ഗ്രന്ഥങ്ങളിലും തഫ്സീറുകളിലും ഒക്കെ ഉദ്ധരിക്കപ്പെടുന്ന ഒരു സംഭവമുണ്ട്. ഞാനിപ്പോൾ വായിക്കുന്നത് ഇമാം ഇബ്നു കസീർ റഹിമഹുല്ലയുടെ അൽബിദായ വന്നിഹായലാണ്. അതിലധികവും ഈ പറഞ്ഞ സംഭവങ്ങൾ ഉദ്ധരിക്കുന്നത് ഇസ്രായേലിയാത്തിൽ നിന്നാണ്, മുൻകഴിഞ്ഞ വേദഗ്രന്ഥങ്ങളിൽ നിന്നും അതുപോലുള്ള പണ്ഡിതന്മാരിൽ നിന്നും എടുത്തുദ്ധരിക്കുന്നതാണ്. പണ്ഡിതന്മാർ അവരുടെ തഫ്സീറുകളിലും ചരിത്രത്തിലൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഇമാം ബുഖാരി റഹിമുള്ള റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, ഹദ്ദിസു അൻ ബനി ഇസ്രായീല വലാ ഹറജ. ബനു ഇസ്രായേലിൽ നിന്ന് നമ്മളുടെ അക്കീദയുമായിട്ട് എതിരാകാത്ത, അടിസ്ഥാന തത്വങ്ങളോട് എതിര് നിൽക്കാത്ത കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ കുഴപ്പമില്ല എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ, നമ്മുടെ സലഫ് സാലിഹീങ്ങൾ, മഹത്തുക്കൾ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ നമ്മളുടെ അക്കീദയുമായിട്ട് എതിരാകാത്ത വിശ്വാസയോഗ്യമായ സംഭവങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് അൽബിദായ വന്നിഹയാണ്. ഇബ്നു കസീർ റഹിമഹുല്ല ഈ സംഭവത്തെ വളരെ വിശദീകരിച്ച് ഉദ്ധരിക്കുന്നത്. എന്ന് മാത്രമല്ല, ഇതിൽ നിന്ന് അദ്ദേഹം വേറൊരു വിഷയത്തിന് തെളിവ് പിടിക്കുന്നതും കൂടിയുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ സംഭവം നമുക്ക് അത്ര തള്ളപ്പെടേണ്ടതല്ല, സ്വീകാര്യയോഗ്യമാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ആ സംഭവം എന്തുകൊണ്ട് ഇത്രയും അധികം സ്നേഹിച്ചൊന്ന് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ഫ്ലാഷ് ബാക്ക് പറയണം, കുറച്ച് ബാക്കോട്ട് പോകണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജനിക്കുന്നതിന് മുമ്പുള്ള കുറച്ച് കഥകൾ പറയണം. ഏകദേശം യാക്കൂബ് നബിയുടെ വാപ്പ ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അല്ലെ, ഇബ്രാഹിം നബിയുടെ മകനാണ് ഇസ്ഹാഖ് നബിയുടെ മകനാണ് യാക്കൂബ് നബിയുടെ മകനാണ് യൂസുഫ് അലൈഹി മുസ്സലാത്തു വസ്സലാം ജമിയാൻ. ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാം മരണപ്പെടുന്ന സമയത്ത് യാക്കൂബ് നബിയോട് ഒരു വസിയത്ത് ചെയ്തു, നീ വിവാഹം ചെയ്യുമ്പോൾ ഒരിക്കലും ഈ കനാൻ പ്രദേശത്ത് ഇവിടെയുള്ള ആളുകളെ വിവാഹം ചെയ്യരുത്, ഇവിടെ നിന്ന് പുറത്തുപോയി
വേറെ പ്രദേശത്തുള്ള ഒരു സ്ത്രീയെ ആയിരിക്കണം നീ വിവാഹം ചെയ്യേണ്ടതെന്ന് വസിയത്ത് ചെയ്തിട്ട് അദ്ദേഹം വഫാത്തായി. യാക്കൂബ് തൻ്റെ വാപ്പയുടെ വസിയത്ത് അനുസരിച്ചുകൊണ്ട് തൻ്റെ നാട്ടിൽ നിന്ന് ദൂര നാട്ടിലേക്ക് പലായനം ചെയ്ത് ഹിജ്റ ചെയ്ത് യാത്ര പോയി. അദ്ദേഹം പോയത് തൻ്റെ ഉമ്മയുടെ സഹോദരൻ കാരണവരായ ലാബാൻ്റെ അടുക്കലേക്കാണ്. അയാൾ ദൂരെയാണ് താമസിക്കുന്നത്. ലാബാന് 2 മക്കളാണുള്ളത്. ഒന്ന് ലയ്യയും 2 റാഹീലും. മൂത്തവള് ലയ്യ, ഇളയവള് റാഹീൽ. അപ്പോൾ ലാബാൻ്റെ ഈ 2 മക്കളുടെ കൂട്ടത്തിൽ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഇളയവൾ റാഹീലിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം റാഹീൽ അത്യാവശ്യം സൗന്ദര്യമുള്ളവളും നല്ല സ്വഭാവമുള്ളവളുമായിരുന്നു. അപ്പോൾ റാഹീലിന് ഏതായാലും വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്, ഇഷ്ടമുണ്ട്. തൻ്റെ കാരണവരുടെ അടുക്കൽ പോയിട്ട് റാഹീലിനെ വിവാഹം ചെയ്തു തരുമോ എന്ന് ചോദിച്ചിട്ട് വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് തൻ്റെ വാപ്പയുടെ വസിയത്തും ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം ഈ നാട്ടിൽ നിന്ന് ദൂര നാട്ടിലേക്ക് ദിവസങ്ങളോളം യാത്ര ചെയ്ത് ത്യാഗം ചെയ്ത് അവിടേക്ക് പോയി. കാരണവരുടെ അടുത്തുകളിലെത്തി, കാരണവരോട് സംസാരിച്ചു. റാഹീലിനെ എനിക്ക് കെട്ടിച്ചു തരുമെന്ന്. അനിയത്താണ് റാഹീൽ, ഏട്ടത്തി ലയ്യാണ്. റാഹീലിനെ കെട്ടിച്ചതോ ചോദിച്ചു. വാപ്പ ലാബാൻ കെട്ടിച്ചു തരാമെന്ന് പറഞ്ഞു. പക്ഷെ അന്നത്തെ രീതി എന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടിക്കാൻ വേണ്ടിയിട്ട് മഹർ സ്വർണ്ണമായിട്ടും പണ്ടായിട്ടും കൊടുക്കലല്ല. അന്നത്തെ മഹർ എന്താ? അതിനെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. ഇസ്രായേലിയത്തല്ല കേട്ടോ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൽ ഖസസിൽ 2 പെണ്ണുങ്ങൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം 2 പെൺകുട്ടികളെ സഹായിക്കുന്നു. അവർ വീട്ടിൽ പോയിട്ട് ചുരുക്കി പറയാം, വീട്ടിൽ പോയി വാപ്പയോട് കാര്യം പറയുന്നു. വാപ്പ അയാളെ വിളിപ്പിക്കുന്നു. എന്നിട്ട് ഈ ഒരു പെൺകുട്ടിയെ മൂസാ നബിക്ക് വിവാഹം ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു. ആ സമയത്ത് പറയുന്നുണ്ട്, ഇന്നി ഉരീദു അൻ ഉൻകിഹക ഇഹ്ദ ബനതയ്യ ഹാതൈനി അല അൻ തഅജുറനി 8 ഹിജജ്. ഈ 2 പെൺകുട്ടികളിൽ ഒരാളെ ഞാൻ നിനക്ക് വിവാഹം ചെയ്തു തരാം. എന്തടിസ്ഥാനത്തിൽ? 8 വർഷം നീ എനിക്ക് വേണ്ടിയിട്ട് കൂലിപ്പണി എടുക്കണം എന്ന കരാറിൻ്റെ പേരിൽ. ഫഇൻ അത്മംത 10 ഫമിൻ ഇൻദക്. ഇനി അത് 10 വർഷമാക്കിയാൽ അത് നിൻ്റെ ഇഷ്ടം, നിൻ്റെ ചോയ്സ്. അപ്പം അന്നത്തെ കാലത്തെ രീതി അങ്ങനെയുള്ളൊരു രീതിയായിരുന്നു. ഒരു പെണ്ണിനെ വിവാഹം ചെയ്യണമെങ്കിൽ ആ പെണ്ണിൻ്റെ വാപ്പയ്ക്ക് വേണ്ടി, അമ്മോച്ചിന് വേണ്ടിയിട്ട് നമ്മൾ കൂലിപ്പണി എടുക്കണം. അള്ളാഹ് കാത്തല്ലേ ആ നിയമം മാറിപ്പോയത്. ഇല്ലെങ്കിൽ നമ്മളെല്ലാം പെട്ടുപോയനെ. 8 വർഷം പണിയെടുക്കാന്ന് പറഞ്ഞാൽ. അപ്പോൾ ലാബാനോട് റാഹീലിനെ കെട്ടിച്ചേരോ എന്ന് ചോദിച്ചപ്പം ലാബാൻ കെട്ടിച്ചേരാന്ന് പറഞ്ഞു. പക്ഷെ ഷർത്ത് വെച്ചത് 7 വർഷം 7 വർഷം തനിക്ക് വേണ്ടിയിട്ട് കൂലിപ്പണി എടുക്കണം എന്ന് പറഞ്ഞു. എത്ര വർഷം? 7 വർഷം കൂലിപ്പണി എടുക്കണം. യാക്കൂബ് നബി സമ്മതിച്ചു. കാരണം വാപ്പാടെ വസിയത്തുകൊണ്ട് റാഹീലിന് ഇഷ്ടമാണ്. യാക്കൂബ് നബി കഷ്ടപ്പെട്ട് 7 വർഷം കൂലിപ്പണി എടുത്തു. വേർപ്പൊഴുക്കി ത്യാഗം ചെയ്ത്, വേറെ നാട്ടിലാണ്, വേറെ വീട്ടിലാണ്, സൗകര്യങ്ങളൊന്നുമില്ല. കഷ്ടപ്പെട്ട് ത്യാഗം ചെയ്ത് 7 വർഷം പണിയെടുത്തു. 7 വർഷത്തെ പണികൾക്ക് ശേഷം ലാബാൻ മകളെ വിവാഹം ചെയ്തു കൊടുത്തു. ഭയങ്കര സന്തോഷമായി. അന്ന് ഫസ്റ്റ് നൈറ്റിന് വേണ്ടി, ആദ്യ രാത്രിക്ക് വേണ്ടിയിട്ട് റൂമിലേക്ക് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കയറി ചെന്നിട്ട് തൻ്റെ പെണ്ണിലേക്ക് നോക്കിയപ്പോൾ പെണ്ണിൻ്റെ മുഖത്ത് നിന്ന് മറ മാറ്റിയിട്ട് ആ പെണ്ണിനെ കണ്ടപ്പോഴാണ് യാക്കൂബ് നബിക്ക് താൻ അകപ്പെട്ടു പോയ ചതിയും വഞ്ചനയും മനസ്സിലായത്. യാക്കൂബ് നബിയോട് വലിയൊരു ചതി ചെയ്യപ്പെട്ടു, വഞ്ചന ചെയ്യപ്പെട്ടു. ലാബാൻ തൻ്റെ ഇളയ മകൾ റാഹീലിനെ വിവാഹം ചെയ്തു കൊടുക്കുമെന്നാണ് വാഗ്ദാനം ചെയ്തതെങ്കിലും പറ്റിച്ചിട്ട് വഞ്ചിച്ചിട്ട് മൂത്ത മകൾ ലയ്യയാണ് വിവാഹം ചെയ്തു കൊടുത്തത്. യാക്കൂബ് നബിക്ക് ആകെ വിഷമായി. ഇബ്നു കസീറാണ്, താരീഖാണ്. യാക്കൂബ് നബിക്ക് ആകെ വിഷമായി, ബേജാറായി. അദ്ദേഹം പുറത്തിറങ്ങി ലാബാനോട് പോയി സംസാരിച്ചു. നിങ്ങൾ എന്ത് പണിയായി ചെയ്തത്? ഒരിക്കലും വിശ്വാസവഞ്ചന കാണിക്കരുതായിരുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ പറഞ്ഞാൽ പോരായിരുന്നോ? ഈ ലയ്യ കാണാൻ കുറച്ച് വിരൂപയും കുറേ ന്യൂനതകളുള്ള സ്ത്രീയുമായിരുന്നു. ഏതായാലും അങ്ങനെയൊക്കെ ചോദിച്ചപ്പോൾ ലാബാൻ പറഞ്ഞു, നീ എന്ത് ഈ പറയുന്നത്? ഇന്നഹു ലൈസ മിൻ സുന്നതിന അൻ നുസവ്വിജ സുഗറ ഖബലൽ കുബ്ര. മൂത്തവളെ നിൽക്കുമ്പോൾ ഇളവളെ കെട്ടിക്കുന്നത് ഏത് നാട്ടിലെ ഏർപ്പാടാണോ? അങ്ങനെ ഒരു ഏർപ്പാടുണ്ടോ? ഞങ്ങളുടെ നാട്ടിൽ ഏതായാലും അങ്ങനെ ഒരു ഏർപ്പാടില്ല. മൂത്തവളെ നിൽക്കുമ്പോൾ ആദ്യം വിവാഹം കഴിപ്പിക്കേണ്ടത് മൂത്തവളെ തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ നാട്ടു നടപ്പനുസരിച്ച്, രീതി അനുസരിച്ച് നിനക്ക് ഞാൻ മൂത്തവളെയാണ് കെട്ടിച്ചു തന്നതെന്ന് പറഞ്ഞു. യാക്കൂബ് നബിക്ക് ഭയങ്കര വിഷമായി. യാക്കൂബ് നബിയുടെ വിഷമം കണ്ടിട്ട് ലാബാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഈ മൂത്തവളുടെ കൂടെ തന്നെ ഞാൻ ഇളയവളെയും നിനക്ക് വിവാഹം ചെയ്തു തരാം. കാരണം സഹോദരിമാരെ 2 പേരെയും ഒരുമിച്ച് വിവാഹം കഴിക്കരുത് എന്ന നിയമം പറയുന്നത് തൗറാത്തിലാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇനി വരാൻ പോകുന്നേ ഉള്ളൂ. പിന്നീട് തൗറാത്തിലാണ് അതിനെ നിരോധിച്ചത്. അതിനു മുമ്പ് അതിനെ നിരോധനം ഇല്ല. 2 സഹോദരിമാരെ വേണമെങ്കിൽ വിവാഹം കഴിക്കാം. അവിടെയാണ് ആ വിഷയത്തിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ് തെളിവ് പിടിക്കുന്നത്. വേണമെങ്കിൽ റാഹീലിനെ നിന്റെ ഇഷ്ടമനുസരിച്ച് ഇവളുടെ കൂടെ തന്നെ 2ാം ഭാര്യയാക്കിയിട്ട് നിനക്ക് വിവാഹം ചെയ്തു തരാം. പക്ഷെ അതിനൊരു ഷർത്തുണ്ട്. എന്ത് ചെയ്യണം? അടുത്ത 7 വർഷം നീ എനിക്ക് വേണ്ടി കൂലിപ്പണി എടുക്കണം. അദ്ദേഹം ആ ആഗ്രഹം കൊണ്ട്, കാരണം ആ സ്ത്രീ അത്രയും സിഫത്തുള്ള സ്ത്രീയാണ്. പിന്നീട് ദീനിൽ യാക്കൂബ് നബി നബിയായി മാറിയതിന് ശേഷവും നല്ല തൗഹീദുള്ള, നല്ല ദീനുള്ള ഭയങ്കര സ്ത്രീയായിരുന്നു.
വിഗ്രഹാരാധനക്കെതിരെയും വിഗ്രഹങ്ങൾക്കെതിരെയൊക്കെ ശക്തമായ സമരം പ്രഖ്യാപിച്ച സ്ത്രീയായിരുന്നു ആ സ്ത്രീ. ഭയങ്കര ഗുണങ്ങളുള്ള സ്ത്രീയായിരുന്നു. അള്ളാഹു അവർക്ക് നമുക്കൊക്കെ പുറത്തു തരുമാറാകട്ടെ. അപ്പം ഈ റാഹീലിനെ വിവാഹം ചെയ്യാനുള്ള ആഗ്രഹം കൊണ്ട് യാക്കൂബ് നബി സമ്മതിച്ചു. രണ്ടാമത്തെ 7 വർഷം പണിയെടുക്കാമെന്ന് അദ്ദേഹം എഗ്രിമെൻ്റ് എഴുതി. അദ്ദേഹം രണ്ടാമത്തെ 7 വർഷം ഇതുപോലെ കഷ്ടപ്പെട്ടു, വിയർപ്പൊഴുക്കി പണിയെടുത്തു, കൂലിവേലയെടുത്തു. അവസാനം റാഹീലിനെ ആ ലാബാൻ വിവാഹം ചെയ്തു കൊടുത്തു. ഇപ്പോൾ 2 ഭാര്യമാരായി. കാലചക്രം ഇങ്ങനെ കറങ്ങി. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്ത സ്ത്രീയുടെ പേരെന്താ? റാഹീൽ എന്നാണ്. മറ്റേ സ്ത്രീയുടെ പേരെന്താ? ലയ്യ എന്ന സ്ത്രീയുടെ പേര്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കുട്ടികൾ ഉണ്ടാകാൻ തുടങ്ങി. 1 കുട്ടിയായി, 2 കുട്ടിയായി, 3 കുട്ടിയായി, 4 കുട്ടിയായി, 5 കുട്ടിയായി, 6 കുട്ടികളായി. കുട്ടികൾ റൂബേൽ, ഷംഊൻ, ലാവി, യഹൂദ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പേരിൽ 6 കുട്ടികൾ, 4 ആൺകുട്ടികളും 2 പെൺകുട്ടികളും, 6 കുട്ടികളായി. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ഈ 6 കുട്ടികളും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കിട്ടിയത് മൂത്തവൾ ലയ്യയിലൂടെയായിരുന്നു. അദ്ദേഹം ഇഷ്ടപ്പെട്ട് പ്രേമിച്ച് വിവാഹം ചെയ്ത ഇളയവൾ റാഹീൽ നിന്ന് അദ്ദേഹത്തിന് ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിലും ആശകളുണ്ടെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു കുട്ടിയെ കൊടുത്തിട്ടില്ല. ഭയങ്കര പരീക്ഷ. അദ്ദേഹത്തിന് ഭയങ്കര ആഗ്രഹമുണ്ട് കുട്ടിയെ കിട്ടണം. അങ്ങനെ ഇരിക്കെയാണ്, ഈ സമയത്താണ്, അദ്ദേഹം വിഷമിച്ചിരിക്കുന്ന സമയത്താണ് വാപ്പ ലാബാൻ 2 മക്കൾക്കും ഒരു സമ്മാനം നൽകുന്നത്. എന്താ സമ്മാനം നൽകിയത്? മൂത്തവൾക്ക് ലയ്യക്ക് സുൽഫ എന്ന പേരിലുള്ള ഒരു അടിമ സ്ത്രീയെ നൽകി. ഇളയവൾക്ക് റാഹീലിന് ബൽഹ എന്ന പേരുള്ള ഒരു അടിമ സ്ത്രീയെ നൽകി. മൂത്തവൾക്ക് സുൽഫ എന്ന പേരുള്ള അടിമസ്ത്രീ, ഇളയവൾക്ക് ബൽഹ എന്ന പേരുള്ള അടിമസ്ത്രീ. അപ്പോൾ ഈ റാഹീലിനെ സംബന്ധിച്ചിടത്തോളം തനിക്കേതായാലും തൻ്റെ ഭർത്താവിന് ഒരു കുട്ടിയെ കൊടുക്കാൻ കഴിഞ്ഞില്ല, അതിൻ്റെ വിഷമമുണ്ട്. ആ വിഷമം ഒന്ന് കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഇളയവൾ റാഹീൽ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ തനിക്ക് കിട്ടിയ അടിമ സ്ത്രീയെ ബൽഹയെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തു, സമ്മാനമായിട്ട് കൊടുത്തു. അന്നത്തെ കാലഘട്ടത്തെ രീതിയാണത്. അടിമ സ്ത്രീയെ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വന്തമാക്കി. ഇപ്പം അദ്ദേഹത്തിൻ്റെ അടുക്കൽ എത്ര സ്ത്രീകളായി? 2 ഭാര്യമാരും 1 അടിമ സ്ത്രീയുമായി, 3 സ്ത്രീകളായി. ഈ അടിമ സ്ത്രീയുമായിട്ടുള്ള ബന്ധത്തിൽ വീണ്ടും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് കുഞ്ഞു പിറന്നു. എത്ര കുഞ്ഞുങ്ങൾ പിറന്നു? 2 കുഞ്ഞുങ്ങൾ പിറന്നു. ടോട്ടൽ എത്ര മക്കളായി? നേരത്തെ 6, ഇപ്പോൾ എത്ര? 8. അപ്പോഴും റാഹീലിൽ നിന്നൊരു കുഞ്ഞിനെ യാക്കൂബ് നബിക്ക് കിട്ടുന്നില്ല. അപ്പോൾ ഈ റാഹീൽ അടിമ സ്ത്രീയെ നൽകിയെന്നറിഞ്ഞപ്പോൾ മൂത്തവളായ ലയ്യക്കും ഗീറത്തിളകി, വാശി കളി, ദേഷ്യം വന്നു. അവളെന്ത് ചെയ്തു? അവൾക്ക് കിട്ടിയ അടിമ സ്ത്രീയെ ആർക്ക് നൽകി? വാശിപ്പുറത്ത് ആർക്ക് നൽകി? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് നൽകി. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അടുക്കൽ ഇപ്പോൾ എത്ര സ്ത്രീകൾ, എത്ര ഭാര്യമാരായി? 4 ഭാര്യമാരായി. ഈ പറഞ്ഞ സുൽഫയിൽ നിന്ന്, ആ അടിമ സ്ത്രീയിൽ നിന്നും യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് 2 മക്കളുണ്ടായി. ടോട്ടൽ ഇപ്പോൾ എത്ര മക്കളായി? 10 മക്കളായി. ഇത്രയും വർഷത്തെ കാത്തിരിപ്പിന് ശേഷവും താൻ ഏറ്റവും ഇഷ്ടപ്പെട്ട, ആഗ്രഹിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായ റാഹീലിൽ നിന്ന് ഒരു കുഞ്ഞിക്കാല് കാണാനുള്ള ഭാഗ്യം യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കിട്ടുന്നേ ഇല്ല. അവർ 2 പേരും അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യാൻ തുടങ്ങി. പഠിച്ചവനെ ഒരു കുഞ്ഞിക്കാല് കാണിച്ചു തരണേ, ഒരു കുട്ടിയെ തന്നെ. ഇത്രയും നീണ്ട കാത്തിരിപ്പിന് ശേഷം, ദീർഘമായ യാത്ര, ഹിജ്റ, അതിനുശേഷം 14 വർഷത്തെ കഷ്ടപ്പാട്, അധ്വാനം, പിന്നീട് ഒരുപാട് വർഷത്തെ നെഞ്ചുരുകിയുള്ള പ്രാർത്ഥനയോടുകൂടിയുള്ള കാത്തിരിപ്പ്, ഇത്രയും സംഭവ വികാസങ്ങൾക്ക് ശേഷം ഒരു സുപ്രഭാതത്തിൽ റാഹീൽ ഗർഭിണിയായി. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം റാഹീൽ ഗർഭിണിയായി. അവൾ ഗർഭം ചുമർന്ന് ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. ആ കുഞ്ഞു നോക്കുമ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ള, ഏറ്റവും കാണാൻ നല്ല മുഖമുള്ള, എല്ലാ ഗുണങ്ങളും ഒത്ത, അന്നേ വരെ ലോകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത അത്ര മൊഞ്ചുള്ള ഒരു കുട്ടിയാണ് റാഹീൽ പ്രസവിച്ചത്. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും കാത്തിരിപ്പിന് ശേഷം, ഇത്രയും സംഭവ വികാസങ്ങൾക്ക് ശേഷം, ത്യാഗങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഇഷ്ടപ്പെട്ട പെണ്ണിൽ നിന്നൊരു കുഞ്ഞിനെ കിട്ടുക, ആ കുഞ്ഞ് ലോകത്തിലെ ഏറ്റവും മൊഞ്ചുള്ള ആളാകുക. അങ്ങനെയാണെങ്കിൽ യാക്കൂബ് നബിക്ക് ആ യൂസുഫ് നബിയോട് എത്ര സ്നേഹം ഉണ്ടാവും അല്ലേ? തീർന്നില്ല. യൂസുഫ് നബിയോട് സ്നേഹമുണ്ടാകാൻ വേറൊരു കാരണമുണ്ട്. കുറച്ച് നാളുകൾ കഴിഞ്ഞ് യൂസുഫ് നബിയെ പ്രസവിച്ച് കുറച്ച് നാളുകൾ കഴിഞ്ഞിട്ട് റാഹീൽ വീണ്ടും ഗർഭിണിയായി അവർ അടുത്തൊരു കുഞ്ഞിനെ പ്രസവിച്ചു, ബിന്യാമീൻ. പക്ഷെ ആ പ്രസവ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ആ ബുദ്ധിമുട്ടുകളിലായിട്ട്, രോഗിയായിട്ട് അവർ മരണപ്പെടുകയും ചെയ്തു. അപ്പോൾ ഒരു പൊന്നു മോനെ തൻ്റെ ഇഷ്ടപ്പെട്ട ഭാര്യ തനിക്ക് നൽകി. ആ മോനാണെങ്കിൽ നല്ല സൗന്ദര്യം തുളുമ്പുന്ന നിഷ്കളങ്കമായ മുഖമുള്ള ഒരു കുഞ്ഞാണ്. പക്ഷെ ആ കുഞ്ഞിനെ തന്ന ഉടനെ ആ ഭാര്യ, ഇഷ്ടപ്പെട്ട തൻ്റെ പ്രിയതമ, തന്നെ വിട്ടുപിരിയുകയും ചെയ്തു. ഉമ്മയില്ലാത്ത കുഞ്ഞാണ് ആര്? യൂസുഫ്. അപ്പോൾ ഈ കാരണങ്ങളെല്ലാം വെച്ചിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ യൂസുഫിനോട് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് എത്രമാത്രം സ്നേഹമുണ്ടായിട്ടുണ്ടാവണം. എന്നിട്ട് നമുക്ക് പതുക്കെ ഖുർആനിലേക്ക് വരാം. ഇനി നിങ്ങളിങ്ങനെ വായിച്ചു നോക്കിയേ, ഈ യൂസുഫ് നബിയാണ് യാക്കൂബ് നബി ഇത്രയും ആശിച്ച്, ആഗ്രഹിച്ച്,
പൊന്നുപോലെ ആറ്റുനോറ്റ് കണ്ണീരൊലിപ്പിച്ച് ത്യാഗം ചെയ്ത് വേർപ്പുതുള്ളികൾ ഒലിപ്പിച്ച് അവസാനം അദ്ദേഹത്തിന് കിട്ടിയ ഈ കുട്ടിയാണ് ഒന്ന് സ്നേഹിച്ച് കൊതി തീരും മുമ്പ്, ഒന്ന് കൂടെ ജീവിച്ച് ആശ തീരും മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങ് എടുത്തു മാറ്റുന്നത്. അല്ലാഹു അക്ബർ. ചെറിയ പരീക്ഷണമാണ്. അവിടെയാണ് ഈ നമ്മൾ ഖുർആൻ ആയത്ത് ഖാല ബൽ സവ്വലത് ലക്കും അൻഫുസുകും അംറാ ഫസബ്റുൻ ജമീൽ ഫസബ്റുൻ ജമീൽ. അള്ളാഹുവിനെ എങ്ങനെ ആസ്വദിച്ച് പറയാം. നമ്മൾ ആ മനുഷ്യൻ അത്ഭുതപ്പെടുത്തുക. എങ്ങനെ അള്ളാഹു എന്താ പറയാ? ഫസബ്റുൻ ജമീൽ. എത്ര മനോഹരമായ ക്ഷമയാണ് ആ യാക്കൂബ് ക്ഷമിച്ചതെന്ന് ആലോചിച്ച് നോക്കുക. അള്ളാഹുവിനെ ആസ്വദിക്കുക. നമ്മൾ ഈ ആയത്തൊന്ന് ഓതി നോക്കിയ അപ്പം എത്ര രസം കിട്ടും. ഫസബ്റുൻ ജമീൽ. നിങ്ങളൊന്ന് നോക്കൂ, ചില്ലറ ക്ഷമയൊന്നുമല്ല മഹാൻ ക്ഷമിച്ചത്. ഒരു വലിയ അത്ഭുതകരമായ മനോഹരമായ ഒരു ക്ഷമയാണ് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷമിച്ചത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് അതിങ്ങനെ ആസ്വദിച്ച് പറയാം. അപ്പം ഇവിടെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് ആരാ? യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിൻ്റെ ക്ഷമ കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇനി നമ്മൾ പതുക്കെ സൂറത്ത് യൂസുഫ് ശരിക്കും ഒന്ന് ആദ്യം മുതൽ ഇങ്ങനെ വായിക്കാൻ ശ്രമിക്കണം. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു സുബ്ഹാനഹു വ തആല എടുത്തു മാറ്റി. എത്ര വർഷത്തേക്ക് എടുത്തു മാറ്റിയ? 30 വർഷങ്ങൾ. അതിനുശേഷം പിന്നെ തൻ്റെ ഈ പ്രിയപ്പെട്ട മകനെ കാണാൻ കഴിയാതെ കണ്ണുനീരൊലിപ്പിച്ച് കരഞ്ഞ് 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 യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കഴിച്ചു. ഒരിക്കൽ പോലും അള്ളാഹിനെ പഴി പറഞ്ഞില്ല. എന്ത് പടച്ചോനായത് എന്ന് പറഞ്ഞില്ല. ഫസബ്റുൻ ജമീൽ. ക്ഷമിച്ചു. ഒരു പൊറുതിയും വല്ലാഹുൽ മുസ്തആനു അലാ മാ തസിഫൂൻ. അള്ളാഹുവിലേക്ക് ഭരമേൽപ്പിച്ചു. ഇത് ഒന്നാമത്തെ സീൻ. അടുത്തൊരു സീൻ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആ യൂസുഫ് നബിയോട് അദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ള സഹോദരന്മാർ ചെയ്ത ക്രൂരം മടുക്കുന്നുണ്ടോ? അല്ലോ. യൂസുഫ് നബിയോട് അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ ചെയ്ത ക്രൂരതയുടെ വലുപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇത്രയും സ്നേഹമുള്ള മകനെയാണ് ഈ സഹോദരന്മാർ വാപ്പയിൽ നിന്ന് അടർത്തി മാറ്റുന്നത്. അവരെന്ത് ചെയ്തു? ഈ മകനെയും കൂട്ടിക്കൊണ്ട് പോയിട്ട് ദൂരെയുള്ള ഒരു പൊട്ടക്കിണറ്റിൽ. ആദ്യം അവർ തീരുമാനിച്ചത് കൊല്ലാമെന്നായിരുന്നു. പക്ഷെ ഒരാൾ കൂട്ടത്തിലുള്ള യഹൂദാണെന്നാണ് പറയപ്പെടുന്നത്. യഹൂദ എന്നുള്ള മകൻ പറഞ്ഞു കൊല്ലണ്ട, അവനെ നമുക്ക് ദൂരെയുള്ള ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയി ഇടാം എന്ന അഭിപ്രായം പറഞ്ഞു. അവർ ദൂരെയുള്ള ഒരു പൊട്ടക്കിണറ്റിൽ കൊണ്ടുപോയിട്ടു. അപ്പോൾ ആ പൊട്ടക്കിണറിൻ്റെ പ്രത്യേകത അത് മരുഭൂമിയിലാണ്. അവർ കണ്ടെത്തിയ പൊട്ടക്കിണർ ദൂരെയുള്ളതാണ്. കാരണം എന്താ? അടുത്ത കിണറിലെങ്ങാനും കൊണ്ടിട്ടാൽ ഇവൻ ഒച്ചയാക്കിയാൽ ബഹളം വെച്ചാൽ കരഞ്ഞാൽ ആളുകൾ കേട്ടിട്ട് വന്ന് രക്ഷപ്പെടുത്തുമല്ലോ. അതുകൊണ്ട് ഈ പാവം ബാലനെ ദൂരെയുള്ള ഒരു കിണറിലാണ് കൊണ്ടിട്ടത്. ആരോരുമില്ലാത്ത സ്ഥലത്താണ്, ഉപേക്ഷിക്കപ്പെട്ട കിണറാണ്, മരുഭൂമിൻ്റെ അകത്താണ്, ആഴമുള്ള കിണറാണ്. ഈ കിണറിൽ ഈ പാവപ്പെട്ട മകനെ യൂസുഫിനെ കൊണ്ടുപോകുന്ന വഴിക്കും ഇവർ വാപ്പയുടെ കണ്ണൊന്ന് മറഞ്ഞ മുതൽ ഭയങ്കരമായിട്ട് ആക്ഷേപിക്കുകയും കുത്തി നോവിക്കുകയും മാനസികമായി കുറേ പറഞ്ഞ് പീഡിപ്പിക്കുകയൊക്കെ ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ഏതായാലും ഇത്രയും ക്രൂരമായ രീതിയിൽ അവർ ആ കിണറ്റിൽ അദ്ദേഹത്തെ കൊണ്ടുപോയി ഇട്ടു എന്ന് മാത്രമല്ല, ഈ കിണറ്റിൽ ഈ മരുഭൂമിയിൽ ഒറ്റക്ക് കിടക്കുന്ന ഈ അനുജനെ കൊണ്ടുപോയി ഇടുന്ന സമയത്ത് അവൻ ആ മരുഭൂമിയിലെ തണുപ്പിലും ആ ചൂടിലുമൊക്കെ ഒരു ആശ്വാസമാകാൻ വേണ്ടിയിട്ട് ഒരു തലങ്ങാണിയോ പുതപ്പോ ഒക്കെ അവൻ ഇട്ടുകൊടുക്കല്ലേ വേണ്ടത്. സ്നേഹമുള്ള എന്തായാലും ഇവർ വാപ്പാടെ സ്നേഹം കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നു. ഏതായാലും ക്രൂരത ചെയ്യുമ്പോൾ അതിനൊരു മാന്യത വേണ്ടേ? സഹോദരനല്ലേ, ഒരു പുതപ്പോ തലങ്ങാണിയോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വരണ്ടേ? പക്ഷേ അങ്ങനെ പുതപ്പോ തലങ്ങാണിയോ ഇട്ട് കൊടുത്തില്ല എന്ന് മാത്രമല്ല, തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ യൂസുഫ് നബിയുടെ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ശരീരത്തിലുണ്ടായിരുന്ന അവസാനത്തെ വസ്ത്രവും ഇവർ ഊരിയെടുത്തു. അല്ലേ? എങ്ങനെയാണ് അവർ രാത്രി യാക്കൂബ് നബിയുടെ അടുക്കലേക്ക് തിരിച്ചു വന്നത്? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വസ്ത്രവുമായിട്ടാണ് വന്നത്. കാരണം അതിൽ രക്തം പുരട്ടിയിട്ട് ചെന്നായ പിടിച്ചു എന്ന് യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആ വസ്ത്രം, അപ്പോൾ ഒരു വസ്ത്രം പോലും കൊടുക്കാതെ, ആ തണുപ്പത്തും ചൂടത്തും ഒക്കെ മറയായി ഉപയോഗിക്കാൻ വേണ്ടി ഒരു വസ്ത്രം പോലും കൊടുക്കാതെ, പുതപ്പ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഇട്ടിരുന്ന വസ്ത്രമടക്കം ഊരിയിട്ടാണ് അവർ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കലേക്ക് വരുന്നത്. എത്ര വലിയ ക്രൂരതയാണ്! ചില്ലറ ക്രൂരതയാണോ? പക്ഷേ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ വരുന്നത് ഇതെല്ലാം ഖുറാനാ. വജാഉ അബാഹും ഇശാഅൻ യബ്കുന്ന. രാത്രി സമയമാണ് യാക്കൂബ് നബിയുടെ അടുക്കലേക്ക് വരാൻ വേണ്ടി അവർ തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് രാത്രി സമയം തിരഞ്ഞെടുത്തത്. കാരണം കരഞ്ഞുകൊണ്ടാണ് വന്നത്. കരച്ചിൽ ശരിക്കുള്ള കരച്ചിലാണോ? അല്ല, കള്ളക്കരച്ചിലാണ്. പകല് കള്ളക്കരച്ചിൽ കരയുമ്പോൾ ചിലപ്പോൾ മുഖത്തിൻ്റെ അടയാളം നോക്കിയിട്ട് യാക്കൂബ് നബി ഉപ്പ പിടിക്കാൻ സാധ്യതയുണ്ട്. ഖുറാനാണിത്, ഇശാഅൻ. അതുകൊണ്ട് ഇശാ സമയം, രാത്രി സമയം നോക്കിയിട്ട് അവർ തിരഞ്ഞെടുത്തത്. അപ്പോഴാകുമ്പോൾ കള്ളക്കരച്ചിൽ കരഞ്ഞാൽ ഉപ്പ പിടിക്കൂല. ഇങ്ങനെ ഫുള്ള് പഴുതടച്ച പ്ലാനിങ് ആണെങ്കിലും ചെറിയൊരു മറവി അവർക്ക് പറ്റിപ്പോയി. എന്തായിരുന്നു മറവി? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കമ്മീസിൽ ചോരയാക്കിയിട്ട് ഉപ്പാൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്ന സമയത്ത് ആ കമ്മീസ് കീറാൻ മറന്നുപോയി. കീറാത്ത നല്ല അടിപൊളി കമ്മീസുമായിട്ടാണ് അവർ കൊണ്ടുവന്നത്.
ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ചോദിച്ചോലു, മതാ കാന ഹാദ ദിബു ഹക്കീമൻ, നിങ്ങളുടെ ഈ ചെന്നായ ഭയങ്കര ബുദ്ധിമാനാണല്ലോ, നിങ്ങളുടെ ഈ ചെന്നായ എപ്പോഴാണ് ഇത്രയും വലിയ ബുദ്ധിമാനായത്? യഅ്കുലു യൂസുഫ വല യഖ്രിഖുൽ ഖമീസ്, യൂസുഫിനെ കൊന്നു എന്ന് നിങ്ങൾ പറയുന്നു, കടിച്ച് പറിച്ച് തിന്നു എന്ന് പറയുന്നു, പക്ഷെ ഖമീസിന് ഒരു പോറലും പറ്റിയിട്ടില്ല. ഖമീസൊക്കെ ആദ്യം അയച്ചു വെച്ച് ഭദ്രമായി വെച്ച് എന്നിട്ട് യൂസുഫിനെ മാത്രം തിന്നുന്ന ഈ ചെന്നായ ഭയങ്കര ബുദ്ധിമാനായ ചെന്നായ ആണല്ലോ എന്ന് യാക്കൂബ് നബി മക്കളോട് ചോദിച്ചു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിട്ട് ഖുർത്തുബി പോലുള്ള തഫ്സീറുകളിൽ അവർ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ ഏതായാലും ആഫത്തുൽ കിദിബി അന്നിസ്യാനു എന്നാണ് മഹാന്മാർ പറയുന്നത്. കള്ളം പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഡിഫാൾട്ട് എന്താ പറയുക, ഏറ്റവും വലിയ പോരായ്മ എപ്പോഴും സംഭവിക്കുന്നത് അന്നിസ്യാൻ, ചില ഡീറ്റെയിൽസ് നമ്മളങ്ങ് മറന്നു പോകും, അതോടുകൂടി കള്ളം ഫുള്ള് പൊളിയും. അപ്പോൾ കള്ളം പറയുന്നതിൻ്റെ അപകടം എന്താ? നിസിയാൻ, മറവി വരും. ഇവർ മറന്നുപോയി. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് കാര്യം മനസ്സിലായി. അപ്പം മനസ്സൊന്നുകൂടി പൊട്ടിയിട്ടുണ്ടാവും അല്ലേ, സ്വന്തം മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുന്നത് കണ്ടപ്പോൾ. സ്വന്തം മക്കൾ, വേറൊരാൾ യൂസുഫ് നബിയാണ്, അവിടെ ഞങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കച്ചവട സംഘം വന്നു, ആ യൂസുഫിൻ്റെ സൗന്ദര്യം കണ്ടു തട്ടിക്കൊണ്ടുപോയി എന്നൊന്നും പറഞ്ഞായിരുന്നെങ്കിൽ, അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ യാക്കൂബ് നബിക്ക് ചിലപ്പോൾ അത്രയും വിഷമം ഉണ്ടാവില്ല. പക്ഷേ തൻ്റെ ചോരയായ തൻ്റെ മക്കൾ തന്നെ തനിക്കിഷ്ടപ്പെട്ട ഒരു കുട്ടിയെ ഇങ്ങനെ അപഹരിച്ചു എന്ന് കേൾക്കുമ്പോൾ എത്ര വിഷമമായിട്ടുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഈ ക്രൂരതൊക്കെ ചെയ്തതാരാ? ഈ സഹോദരന്മാരാ. ഇതൊക്കെ നമ്മൾ വായിക്കണം, കാരണം ലാസ്റ്റ് പറയാൻ പോകുന്ന ഒരു ആയത്ത് വായിക്കണമെങ്കിൽ ഇത് ഫുള്ള് വായിക്കണം. ഈ സഹോദരന്മാർ കാരണമാണ് പിന്നീട് ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ യൂസുഫ് നബി സഹിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. കൊട്ടാരത്തിൽ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ മന്ത്രിയുടെ ഭാര്യ വളരെ മോശമായ പ്രവർത്തിക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് ക്ഷണിച്ചു. സാധാരണഗതിയിൽ നമ്മൾ അങ്ങോട്ട് പോയിട്ട് വീഴലാണ്, അങ്ങനെയല്ല. വഗല്ലഖത്ത്, എല്ലാം ഖുർആൻ വളരെ ഡീറ്റെയിൽസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. വഗല്ലഖത്തിൽ അബ്വാബ വഖാലത് ഹൈതലക്, മന്ത്രിയുടെ ഭാര്യയാണ്, ആ വീട്ടിൽ ഏറ്റവും അധികം അധികാരമുള്ള സ്ത്രീയാണ്. അവർ റൂമിനകത്ത് കയറി റൂമിൻ്റെ വാതിലടച്ചു. അവരിങ്ങോട്ടാണ് ദോഷം വൃത്തിക്ക് വേണ്ടി ക്ഷണിക്കുന്നത്. ഒന്ന് കണ്ണടച്ചു കൊടുത്താൽ, ഒന്ന് നിന്ന് കൊടുത്താൽ കുറച്ച് നേരത്തേക്ക്, ചെറിയ നേരത്തേക്ക് നല്ല സുഖം അനുഭവിക്കാം അല്ലേ? ആരും അറിയൂല, വാതിലടച്ചു പൂട്ടിയിട്ട് ഒച്ചപ്പാടും ബഹളമൊന്നും അവരുണ്ടാക്കൂല. അവരിങ്ങോട്ടാണ് ആഗ്രഹിക്കുന്നത്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് ചെറുങ്ങനെ ഒന്ന് കണ്ണടച്ചാൽ മതി. പക്ഷേ പെട്ടെന്ന് അള്ളാഹുവിനെ ഓർത്തു. അള്ളാഹു കാണുന്നുണ്ടെന്നുള്ള ചിന്ത അദ്ദേഹത്തെ എഫക്റ്റ് ചെയ്തു. അദ്ദേഹം പെട്ടെന്ന് പഠിച്ചോനെ, എന്നെ കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങി ഓടി. അദ്ദേഹത്തിൻ്റെ തഖ്വ ചില്ലറ തഖ്വയായിരുന്നോ? ചില്ലറ തഖ്വയല്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹുവിനെ അനുസരിക്കാൻ പറ്റുന്നതിൽ ഭയങ്കര അനുസരണല്ലേ അദ്ദേഹം അനുസരിച്ചത്. നമുക്കൊന്നും ചെയ്യാൻ കഴിയാത്തല്ലേ. നമ്മളൊക്കെ ഒരു ലിങ്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സൈറ്റ് വരുമ്പോൾ അതൊന്നിങ്ങനെ മാറ്റിയാൽ അതാണ് എൻ്റെ ഖൈർ എന്ന് നമുക്കറിയാം. പക്ഷെ എന്നാലും നമ്മളൊന്നിങ്ങനെ മെല്ലൊന്ന് തട്ടും. പിന്നെ എവിടേക്കോ കയറിയിട്ട് ലാസ്റ്റ് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഒരു കോലമായിട്ടുണ്ടാവും. അള്ളാഹു നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ നമുക്ക് ഭയങ്കര മാതൃകയാണ് യൂസുഫ് എന്ന ചെറുപ്പക്കാരൻ അലിഹിസ്സലാം. പക്ഷെ അദ്ദേഹം ഇത്രയും വലിയ തഖ്വ ചെയ്തതിന് ശേഷം അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ റിവാർഡ് എന്തായിരുന്നു? നേരെ മിസ്രിലെ രാജാവാക്കുക ചെയ്ത് അതിനെ വലിയൊരു പരീക്ഷണമായിരുന്നു അള്ളാഹു നൽകിയത്. അതിഗുരുതരമായ ലൈംഗിക ആരോപണം അദ്ദേഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. എന്ത് തന്നെ, അദ്ദേഹം നിരപരാധിയാണ്, ഓക്കെ, നമുക്കറിയാം. പക്ഷേ അന്നത്തെ സമൂഹത്തിന് മുന്നിൽ അദ്ദേഹം അപമാനിതനായി. വലിയ ട്രാജഡിയല്ലേ അദ്ദേഹത്തിൻ്റെ. എന്ന് മാത്രമല്ല, നേരെ ജയിലിലേക്ക് അള്ളാഹു കൊണ്ടുവന്നത്. ജയിലിൽ കൊണ്ടുപോയെന്ന് മാത്രമല്ല, 9 വർഷം പിന്നെ അള്ളാഹു ജയിലിലിട്ട്. നമ്മൾ സാധാരണ പറയില്ലേ, അള്ളാഹുവെ ഞാൻ എത്ര കാലമായി നിന്നെ അനുസരിക്കുന്നു, ഞാൻ നീ പറഞ്ഞതെല്ലാം കേട്ടിട്ടില്ലേ, ഞാൻ ഇതുവരെ ഒരു ഉറുമ്പിനെ പോലും നോവിച്ചിട്ടില്ലല്ലോ പടച്ചോനെ, ഞാൻ നിസ്കരിക്കുന്നില്ലേ, ബാക്കി നിസ്കരിക്കാത്ത എത്ര ആളുണ്ട്, ഞാൻ നിന്നെ തഖ്വ ചെയ്യുന്നില്ലേ, ഞാൻ പാപങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ, ഞാൻ സിനിമ കാണുന്നില്ലല്ലോ, ഞാൻ മോശത്തരം കാണുന്നില്ലല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എന്നെ നീ പരീക്ഷിക്കുന്നതെന്ന് നമ്മൾ ചോദിക്കാറില്ലേ? അങ്ങനെ ചോദിക്കുന്ന ആൾ ശരിക്കും കേൾക്കേണ്ട സംഭവമാണ് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം. യൂസുഫ് നബി ചരിത്രത്തിൽ തുല്യതയില്ലാത്ത തഖ്വയാണ് കാണിച്ചത്. പക്ഷെ ആ തഖ്വ കാണിച്ച ഉടനെ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ റിവാർഡ് എന്താ? വലിയൊരു ലൈംഗിക ആരോപണത്തിന് വിധേയനാക്കി അപമാനിതനായിട്ട്. അദ്ദേഹം അപമാനിതനായി എന്നുള്ളതിന് തെളിവെന്താ? അവസാനം ജയിലിൽ നിന്ന് പുറത്തേക്ക് വിളിക്കുമ്പോൾ അദ്ദേഹം ആദ്യം ആവശ്യപ്പെടുന്നത് എന്താ? എനിക്കെതിരെയുള്ള ആരോപണം പിൻവലിക്കണം, സത്യസന്ധത തെളിയിക്കണം എന്നാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ 9 വർഷവും അദ്ദേഹത്തെക്കുറിച്ച് ബാക്കിയുള്ള ജനങ്ങൾ വിചാരിച്ചിരുന്നത് അദ്ദേഹം കുറ്റക്കാരനാണെന്നാണ്. ആ അപമാനത്തോടുകൂടി 9 വർഷം അദ്ദേഹം ജയിലിൽ കിടന്നു. പക്ഷെ ഒരു പ്രാവശ്യം പോലും തൻ്റെ ഉപ്പയെ പോലെ അദ്ദേഹം ക്ഷമയ്ക്കെതിരായ ഒരു വാക്ക് പോലും നാവ് കൊണ്ട് ഉരുവിട്ടില്ല. അവിടെയാണ് അദ്ദേഹം പരീക്ഷണത്തിൽ വിജയിച്ചത്. നമ്മൾ ശരിക്കും ആലോചിക്കണമെന്നറിയോ, നമ്മളിപ്പോൾ അൽഹംദുലില്ലാഹ് എത്തിക്കാഫിന് വേണ്ടി വന്നു. 10 ദിവസം കഷ്ടപ്പെട്ട് എത്തിക്കാഫ് ഇരുന്നു. നമ്മളുടെ കൂട്ടത്തിൽ എത്തിക്കാഫ് ഇരിക്കാത്ത അടിച്ചു പൊളിച്ച് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. നമ്മളിങ്ങനെ ഉസ്താദിൻ്റെ പ്രസംഗങ്ങളൊക്കെ കേട്ട് അള്ളാഹു സഹായിക്കും, അള്ളാഹു കൂടെ ഉണ്ട്, അവനോട് എന്ത് ചോദിച്ചാലും തരുമെന്നൊക്കെ ഇങ്ങനെ കേട്ടു.
ഈ 10 ദിവസം അള്ളാഹുവിന് ഇത്രയും അധികം തഖ്വ ചെയ്ത് ഇബാദത്തുകളൊക്കെ ചെയ്ത് നാട്ടിൽ പോയിട്ട് നമ്മളിങ്ങനെ ജീവിതത്തിലേക്ക് ഇറങ്ങുമ്പോൾ അള്ളാഹു സഹായിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി ജീവിതവുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ടാവും പഴയ പ്രതിസന്ധികളും പ്രയാസങ്ങളും വീണ്ടും വരുന്നു. ഒരു മാറ്റവും ഇല്ല അതിനൊന്നും. ആ പ്രയാസങ്ങൾ, ആ ബുദ്ധിമുട്ടുകൾ, ആ പ്രതിസന്ധി വീണ്ടും വീണ്ടും നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ വിചാരിക്കും, പടച്ചോനെ ഇതെല്ലാം ഇത്രയെല്ലാം ചെയ്തിട്ട് കഷ്ടപ്പെട്ടിട്ട് ഒരു ഉപകാരം ഇല്ലാണ്ടായോ, ഇനി മേലെ പള്ളിയും വേണ്ട, നിസ്കാരവും വേണ്ട, ഇത്തിക്കാഫും വേണ്ട, ഒന്നും വേണ്ട എന്ന് നമ്മൾ ചിന്തിക്കരുത്. അത് ചിന്തിക്കരുത് എന്ന് ഇവിടെ നമുക്ക് പഠിപ്പിച്ചിരുന്നത് യൂസുഫ് നബി അലൈഹി. കാരണം അള്ളാഹുവിൻ്റെ പരീക്ഷ ചിലപ്പം 1-2 ദിവസം കൊണ്ട് തീരൂല, 1 മാസം നീണ്ടു നിൽക്കും. അങ്ങനെയാണല്ലോ SSLC എക്സാം ഏകദേശം 1 മാസം, ചിലപ്പോൾ 1 മാസം നീണ്ടും, ചിലപ്പോൾ 9 വർഷം നീണ്ടു നിൽക്കും. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ ജയിലിലാകേണ്ടി വന്നതും ആര് കാരണത്താലാണ്? ഈ സഹോദരന്മാർ കാരണത്താലാണ്. ഈ സഹോദരന്മാരില്ലായിരുന്നുവെങ്കിൽ, അവരങ്ങനെ ചെയ്തിരുന്നില്ലായിരുന്നുവെങ്കിൽ ഈ 9 വർഷം അദ്ദേഹത്തിന് ജയിലിൽ കിടക്കേണ്ടി വരുമായിരുന്നില്ല, ഈ ബുദ്ധിമുട്ടുകളൊന്നും അനുഭവിക്കേണ്ടി വരുമായിരുന്നു. അപ്പം ഇത്രയും ക്രൂരത ചെയ്ത തൻ്റെ സഹോദരന്മാർ അവസാനം തൻ്റെ മുന്നിൽ, കുറച്ച് സ്കിപ്പ് ചെയ്ത് വിടാം കേട്ടോ കഥ, അവസാനം തൻ്റെ മുന്നിൽ വിനയാന്യതരായിക്കൊണ്ട്, നിന്ദ്യരായിക്കൊണ്ട്, പഞ്ചപുച്ഛമടക്കി ഇങ്ങോട്ട് ആവശ്യമുള്ളവരായിക്കൊണ്ട് വന്നു നിൽക്കുന്ന സമയത്ത് അവരോട് സംസാരിക്കുന്ന ഒരു സംസാരം അവസാനം അള്ളാഹു പറയുന്നുണ്ട്. ഇത്രയും കാര്യം യാക്കൂബ് നബിക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം, അതിനുശേഷം അദ്ദേഹം വിദൂരത്താകുന്നത്, ആ ക്രൂരതക്കെല്ലാം കാരണം ഇവരാണ് എന്ന മുഴുവൻ ചിന്തയും മനസ്സിൽ വെച്ചിട്ട് ഇനി നമ്മൾ ആയത്തൊന്ന് ഓതാൻ ശ്രമിച്ചേ. ഖാല ലാ തസ്രീബ അലൈക്കുമുൽ യൗം യഗ്ഫിറുല്ലാഹു ലക്കും വഹുവ അർഹമുർ റാഹിമീൻ. ക്ലൈമാക്സിലുള്ള ആ ആയത്തോതും വല്ലാത്തൊരു കുളിരാണ്, നമുക്ക് രോമാഞ്ചാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണ് നേരത്തെ നമ്മളെ നെട്ടിച്ചത്, അത്ഭുതപ്പെടുത്തിയത് തൻ്റെ ക്ഷമയിലൂടെ. പക്ഷേ ഇപ്പോഴിതാ മകൻ യൂസുഫ് ഒരു വലിയ വിട്ടുവീഴ്ചയിലൂടെ, ലോകത്ത് തുല്യതയില്ലാത്ത വിട്ടുവീഴ്ച കാണിച്ചിട്ട് നമ്മൾ അത്ഭുതപ്പെടുത്തുക. ഒറ്റയടിക്ക് അദ്ദേഹം പറഞ്ഞു, ലാ തസ്രീബ അലൈക്കും, നിങ്ങൾ ആരും ഒന്നും കുറ്റപ്പെടുത്തൂല, നിങ്ങളെ മാറ്റി നിർത്തൂല. ഇവരറിഞ്ഞിട്ടില്ലേ, അവരുടെ ഫോട്ടോ വെച്ചിട്ട് പത്രത്തിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ പോസ്റ്റർ അടിച്ചിട്ട് സ്റ്റാറ്റസ് ആക്കുകയോ ഒന്നും ചെയ്യൂല. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, ഇന്ന് നിങ്ങൾക്ക് ഒരു കുറ്റപ്പെടുത്തലുമില്ല, ഇന്ന് നിങ്ങളെ ആരും ആക്ഷേപിച്ച് സംസാരിക്കുകയില്ല. യഗ്ഫിറുല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരും എന്ന് പറഞ്ഞുകൊണ്ട് നിരുപാധികം അദ്ദേഹം അവർക്ക് മാപ്പ് കൊടുത്തു. ചില്ലറ കാര്യമൊന്നുമല്ല അത്. ആ അവസ്ഥയിൽ എത്തിയല്ലോ. ചിലപ്പോൾ നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട്, ഉസ്താദെ ആര് എന്നോട് അങ്ങനെ ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല, പക്ഷെ അവൻ എന്നോട് ചെയ്യരുതായിരുന്നു, ഓൻ എൻ്റെ അനിയനല്ലേ. നമ്മൾ സാധാരണ ഓൻ എൻ്റെ അനിയനല്ലേ, റോട്ടിലൂട്ട് പോകുന്ന ഒരാൾ എന്നോട് അങ്ങനെ ചെയ്താൽ ഞാൻ ക്ഷമിക്കും, പക്ഷെ എൻ്റെ അനിയൻ എന്നോട് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നു, ഞാൻ അവന് പുറത്തു കൊടുക്കുള്ളൂ ഉസ്താദ് എന്ന് സാധാരണ നമ്മൾ പറയാറുണ്ട്. യൂസുഫ് നബിക്ക് അങ്ങനെ പറയാമായിരുന്നു, പറഞ്ഞൂടെ, വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തു മിസ്ലു, പക്ഷെ അദ്ദേഹം അങ്ങനെ പറഞ്ഞില്ല. അവിടെയാണ് നമ്മൾ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നെട്ടിക്കുന്നത്. ലാ തസ്രീബ അലൈക്കുമുൽ യൗം, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക എന്നുള്ളത്, എല്ലാം മറക്കുക എന്നുള്ളത് ചില്ലറക്കാരിയല്ല. ഒറ്റ നിമിഷം കൊണ്ട് അദ്ദേഹം എല്ലാം മറന്ന് എല്ലാം ക്ഷമിച്ചു കൊടുത്തു. ഇവിടെ അടുത്ത ആൾ നമ്മൾ അത്ഭുതപ്പെടുത്തുകയാണ്. ഇനി ഒരു 3-ാമത്തെ സീനും കൊണ്ട് അതുകൂടി പറഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അവസാനിപ്പിക്കാം. ഒരുപാടുണ്ട്, 3-ാമത്തത് കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. 3-ാമത്തത് നമ്മൾ എന്ത് പറഞ്ഞു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ സൂറത്ത് അവതരിക്കുന്നത് ആമുൽ ഹുസ്നിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ജീവിതവും തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ട്. ഒന്നാമത്തെ ബന്ധം എന്താ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ദ്രോഹിച്ചത് യൂസുഫ് നബിയുടെ ഏറ്റവും അടുത്ത കുടുംബക്കാരായിരുന്നു, സഹോദരന്മാരായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആദ്യകാലത്ത് ദ്രോഹിക്കുന്നതിൽ കൂട്ടുന്നത് ആരാ? ഖുറൈശികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബക്കാരാണ്. ഏറ്റവും മുൻപന്തിയിൽ നബി തങ്ങളുടെ കൊച്ചാപ്പ അബൂലഹബായിരുന്നു. അതേപോലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ എന്ത് ചെയ്യണമെന്നുള്ള മഷൂറയിൽ എന്തെല്ലാം അഭിപ്രായം വന്നു. കൊല്ലണമെന്ന് വന്നു, നാട്ടിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞു, ദൂരെ ഒരു സ്ഥലത്ത് കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ഈ അഭിപ്രായങ്ങളെല്ലാം പണ്ട് ഖുറൈശികൾക്കിടയിലും വന്നിട്ടുണ്ടായിരുന്നു. വഇദ് യംകുറു ബികല്ലദീന കഫറു ലിയുസ്ബിതൂക ഔ യഖ്തുലൂക ഔ യുഖ്രിജൂക വയംകുറൂന വയംകുറുല്ലാഹ്. ഒന്നെങ്കിൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കൊല്ലണം, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞ അഭിപ്രായങ്ങളൊക്കെ അന്നും വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ കുറേ സിമിലാരിറ്റീസ്, കുറേ താരതമ്യപ്പെടലുകൾ ഈ രണ്ട് ചരിത്രത്തിനിടയിലുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുഃഖത്തിന് ആശ്വാസം നൽകാൻ വേണ്ടിയിട്ട് യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കഥ തന്നെ പറഞ്ഞു കൊടുത്തത്. അപ്പോൾ യൂസുഫ് നബിയുടെ കഥ നബി തങ്ങൾക്ക് കൊടുത്തു. നബി തങ്ങളോട് അതിൽ നിന്ന് പാഠം സിദ്ധിക്കാൻ വേണ്ടി കൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു പറഞ്ഞു തന്നതുപോലെ അള്ളാഹുവിൻ്റെ കലാമിലൂടെ യൂസുഫ് നബിയുടെ ചരിത്രം കേട്ടു. നബി തങ്ങൾക്ക് അത് ഭയങ്കര ആശ്വാസമായി. ആ പാഠങ്ങളൊക്കെ മനസ്സിൽ ഉറച്ചു. കുറേ വർഷങ്ങൾ കഴിഞ്ഞു. എന്നിട്ട് പാഠങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് പരീക്ഷയുടെ സമയമായി. യൂസുഫ് നബിയുടെ ചരിത്രം പറഞ്ഞു കൊടുത്തു. വലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൻ ലിഉലിൽ അൽബാബ്. അല്ലാഹു അക്ബർ, എന്താ രസം! ഓരോ
ഓരോന്ന് പറയുമ്പോഴും ഓരോ കാര്യം ഇങ്ങനെ വരിക. ലഖദ് കാന ഫീ ഖസസിഹിം, ആ സൂറത്ത് യൂസുഫ് ഓതി കേൾപ്പിച്ചിട്ട് അതിൻ്റെ അവസാനത്തിൽ അള്ളാഹു നബിയോട് പറഞ്ഞു, നബിയെ ഈ കഥ ഞാൻ നിനക്ക് വെറുതെ പറഞ്ഞു തരികയല്ല, ഇബ്റത്തുൽ ഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് ഇതിൽ കുറേ പാഠങ്ങളുണ്ട്, ആ പാഠങ്ങൾ പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞിട്ടാണ് സൂറത്ത് യൂസുഫ് അവസാനിപ്പിക്കുന്നത്. അപ്പോൾ നബി തങ്ങൾക്ക് ആ പാഠങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഇനി പരീക്ഷയുടെ സമയമായി. പരീക്ഷ നടത്താൻ വേണ്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ക്ലൈമാക്സിലുള്ള ആ സീന് റീക്രിയേറ്റ് ചെയ്തു. മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതേ ഭാഷയിൽ പറയാം. യൂസുഫ് നബിയുടെ കഥയുടെ ക്ലൈമാക്സിൽ നടന്ന ആ സീന് അള്ളാഹു റീക്രിയേറ്റ് ചെയ്തു. ഏതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഉപദ്രവിച്ച, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പീഡിപ്പിച്ച ആ സഹോദരന്മാർ അദ്ദേഹത്തിൻ്റെ മുന്നിൽ പഞ്ചമുച്ചമടക്കി വന്നോ, അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പീഡിപ്പിച്ച, ദ്രോഹിച്ച, വേദനിപ്പിച്ച, ബുദ്ധിമുട്ടിച്ച, കരയിപ്പിച്ച ആളുകളെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലും കൊണ്ടു നിർത്തി. പരീക്ഷയാണിത്, കണ്ടറിയണം എങ്ങനെ അങ്ങ് പ്രതികരിക്കുന്നു. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ അൽബാബ്, ബുദ്ധിയുള്ളവർക്ക് പാഠമാണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങ് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ഞാൻ കണ്ടറിയാൻ പോവാണ്, പരീക്ഷ എഴുതാൻ പോവാണ്. അവർ മുമ്പിൽ വന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ മഅശറ ഖുറൈശ് മാ തറൗന അന്നി ഫാഇലുൻ ബിക്കും, ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? അവർ ചോദിച്ചു, അവർ പറഞ്ഞു, ഖാലു ഖൈറൻ, നന്മ മാത്രമേ ചെയ്യുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. കാരണം അഖുൻ കരീം വബ്നു അഖിൻ കരീം, ഒരു മാന്യനായ സഹോദരനാണ് നീ, ഒരു മാന്യനായ സഹോദരൻ്റെ മകനാണ് അബ്ദുള്ളയുടെ, ഞങ്ങൾക്കറിയാവുന്ന അബ്ദുള്ളയുടെ മകനാണ്. സെയിം വാക്കാണ് യൂസുഫ് നബിയെ കുറിച്ച് പറയപ്പെട്ടത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സഹാബാക്കൾ ചോദിച്ചു, മൻ അക്രമുന്നാസ്, നബിയെ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ അക്രമ മാന്യൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ റസൂൽ പറഞ്ഞു, അൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം ഇബ്നുൽ കരീം, മാന്യനായ കരീമായ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ്, മാന്യനായ ഇസ്ഹാഖ്. ഈ മാന്യനായ ഇസ്ഹാഖിൻ്റെ മകൻ കരീമായ യാക്കൂബ്, ആ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ മകൻ മാന്യനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയാണ് ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ മാന്യൻ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം യൂസുഫ് നബി പറഞ്ഞു. അപ്പോൾ സീൻ അതേപോലെ റീക്രിയേറ്റ് ചെയ്യണം അള്ളാഹു. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷയിൽ ഇരുത്തിക്കൊണ്ട് അള്ളാഹു പറയാണ്, നബിയെ വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തു മിസ്ലുഹ, ഇവിടെ ഹബാബ് ഉണ്ട്, അമ്മാർ ഉണ്ട്, അതേപോലെ തന്നെ ബിലാൽ മുഅദ്ദിൻ റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവരുടെ മുഖത്തേക്കൊക്കെ അങ്ങ് നോക്കുമ്പോൾ പഴയ പല ഓർമ്മകളും അങ്ങേക്ക് വരും. അങ്ങേക്ക് ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഓർമ്മകൾ മനസ്സിൽ തികട്ടി വരുന്നുണ്ട്. മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഓർമ്മകൾ മനസ്സിൽ തികട്ടി വരുന്നുണ്ട്. ഒരുപാട് ഓർമ്മകൾ മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്. ആ സമയത്ത് രണ്ട് ഓപ്ഷൻ ഉണ്ട് അങ്ങേക്ക്. ഈ പരീക്ഷയിൽ രണ്ട് ഓപ്ഷനാണ് കൊടുത്തത്. ഒന്നെങ്കിൽ വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തു മിസ്ലുഹ, ഇങ്ങോട്ട് അവർ പീഡിപ്പിച്ചതുപോലെ അങ്ങോട്ട് തിരിച്ച് പ്രതികാരം എടുക്കാം. അതിൻ്റെ പേരിൽ ആരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കൂല. എന്തെങ്കിലും തെറ്റുണ്ടോ? തെറ്റില്ല, ന്യായമാണത്. പക്ഷേ രണ്ടാമതൊരു ഓപ്ഷൻ ഉണ്ട്. നേരത്തെ ഞാൻ പാഠം പഠിപ്പിച്ചു കൊടുത്ത ആ പാഠം പഠിച്ചോ ഇല്ലേ എന്നറിയാനുള്ള ഒരു പരീക്ഷ. ആ പരീക്ഷ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുതി. ഒരു മടിയുമില്ലാതെ, ഒരു ശങ്കയുമില്ലാതെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, ഫഇന്നി അഖൂലു ലക്കും കമാ ഖാല യൂസുഫ് ലിഇഖ്വതിഹി, എൻ്റെ സഹോദരൻ യൂസുഫ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞതുപോലെ ഞാനും നിങ്ങളോട് പറയുന്നു, ലാ തസ്രീബ അലൈക്കുമുൽ യൗം ഇദ്ഹബൂ ഫഅൻതുമുത് തുലഖാ. അല്ലാഹു അക്ബർ. നിങ്ങളുടെ മേൽ യാതൊരു കുറ്റപ്പെടുത്തലും ഇല്ല, ആരെയും ഇന്ന് ഞാൻ ആക്ഷേപിക്കൂല, നിങ്ങൾ പോയിക്കോ, നിങ്ങൾ മുഴുവനും സ്വതന്ത്രരാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. നബിതങ്ങൾ എഴുതിയ പരീക്ഷയിൽ നബിതങ്ങൾക്ക് 100-ൽ 100 മാർക്ക് കിട്ടി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പരീക്ഷയിൽ പാസ്സായി എക്സാം ഹാളിൽ നിന്ന് പുറത്തുപോയി. ഇപ്പം നമ്മൾ ആ എക്സാം ഹാളിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ലഖദ് കാന ഫീ ഖസസിഹിം ഇബ്റത്തുൽ ലിഉലിൽ. സൂറത്ത് യൂസുഫ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓതി കളിപ്പിച്ചു. അടുത്ത പരീക്ഷയുടെ പേപ്പർ തുറന്നു വന്നിട്ട് നമ്മളിങ്ങനെ എഴുതാൻ വേണ്ടി കാത്തിരിക്കുക. നമ്മളിങ്ങനെ എഴുതാൻ വേണ്ടി നോക്കുമ്പോൾ നമ്മുടെ പൈസ കൊണ്ടുപോയി തൊലച്ച് നമ്മളെ പറ്റിച്ച് വേദനയിലാക്കിയ, വിഷമത്തിലാക്കിയ കുറേ പേരുണ്ട്. നമ്മൾ കുറേ സഹായിച്ചിട്ട്, നമ്മളെല്ലാ ഒത്താശകളും ചെയ്തു കൊടുത്തിട്ട് നമ്മളെ അങ്ങേയറ്റം വേദനിപ്പിച്ച, വഞ്ചിച്ച കുറേ ആളുകൾ, ഇങ്ങനെയുള്ള കുറേ ആളുകളുടെ ലിസ്റ്റ് നമ്മളെ മുന്നിൽ വരിക. നമുക്ക് മുന്നിലും രണ്ട് ഓപ്ഷൻ ഉണ്ട്. വജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തു മിസ്ലുഹ, അവൻ ഇങ്ങോട്ട് കാണിച്ച നെറികേടുകളൊക്കെ തിരിച്ച് അങ്ങോട്ട് വേണമെങ്കിൽ നമുക്ക് കാണിക്കാം. പക്ഷേ ഫമൻ അഫ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്, ആരെങ്കിലും അഫു ചെയ്ത് സുൽഹ് ഉണ്ടാക്കിയാൽ ഫഅജ്റുഹു അലല്ലാഹ്, അവൻ്റെ കൂലി അള്ളാഹുവിൻ്റെ മേലാണ്. മഹാന്മാർ പറയുന്നുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ അമലുകളുടെയും കൂലി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. 3 അമലുകളുടെ കൂലി മാത്രം നമുക്ക് പറഞ്ഞു തന്നിട്ടില്ല. എത്ര അമലുകളുടെ കൂലി? 3 അമലുകളുടെ കൂലി. ഒന്നാമത്തെ അമൽ ഏതാ? നോമ്പാണ്. നോമ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞത് അസ്സൗമു ലീ വ അന അജ്സി ബിഹി. നോമ്പിന് ഇന്ന പ്രതിഫലം എന്ന് പറഞ്ഞിട്ടില്ല. കാരണം എന്താ? നോമ്പിന് ഇന്ന പ്രതിഫലം എന്ന് പറയാൻ പറ്റില്ല, അത്രയും വലിയ അമലാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് അസ്സൗമു ലീ, നോമ്പ് എൻ്റെതാണ്, വ അന അജ്സി ബിഹി, ഞാൻ അതിന് പ്രതിഫലം നൽകിക്കോളും. അതിന് ഇന്ന പ്രതിഫലം എന്ന് പറഞ്ഞ് തിട്ടപ്പെടുത്താനൊന്നും കഴിയില്ല. ഒന്നാമത്തെ അമൽ.
രണ്ടാമത്തെ അമൽ സബറാണ്. ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ഖുർആൻ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സാബിരീങ്ങൾക്ക് അവരുടെ പ്രതിഫലം ഒരു കണക്കുമില്ലാതെ നൽകുന്ന. സബറിന് ഇന്ന പ്രതിഫലം എന്ന് ഒറ്റ ക്ലിപ്തപ്പെടുത്താൻ പറ്റൂല, കാരണം സബർ അത്രയും വലിയ അമലാണ്. ആ സാബിരീങ്ങൾക്കുള്ള പ്രതിഫലവും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കണക്കുമില്ലാതെ കൊടുക്കും. മൂന്നാമത്തെ അമൽ എന്താണെന്നറിയോ? അള്ളാഹു വലിയ പ്രതിഫലമായതുകൊണ്ട് ഇന്ന പ്രതിഫലം എന്ന് പറയാതെ അള്ളാഹു നേരിട്ട് ഏറ്റെടുത്ത പ്രതിഫലത്തിൻ്റെ മൂന്നാമത്തെ അമല് അത് അഫു ചെയ്തു കൊടുക്കലാണ്, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കലാണ്. ഫമൻ അഫാ വ അസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. ആരെങ്കിലും ഇങ്ങോട്ട് അന്യായം ചെയ്ത അതിക്രമം ചെയ്ത ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുത്താൽ, എന്നിട്ട് സുൽഹുണ്ടാക്കിയാൽ ഫഅജ്റുഹു അലല്ലാഹ്, അതിൻ്റെ പ്രതിഫലം ഇന്ന സ്വർഗമാണ് എന്ന് പറയുന്നതിന് പകരം അള്ളാഹു എന്താ പറഞ്ഞത്? ഫഅജ്റുഹു അലല്ലാഹ്, അവൻ്റെ പ്രതിഫലം അള്ളാഹു ഏറ്റെടുത്തു എന്ന്, അള്ളാഹുവിൻ്റെ മേലാണ്. കാരണം ആ അമല് ചില്ലറ അമലൊന്നുമല്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ ഇരുന്ന് എനിക്ക് പ്രസംഗിക്കാൻ നല്ല എളുപ്പം, പക്ഷെ ആരെങ്കിലും ഒരാൾ ഇങ്ങോട്ട് ആക്രമണം ചെയ്താൽ അറിയോ എൻ്റെ സ്വഭാവം. എനിക്ക് ക്ഷമിച്ചു കൊടുക്കാൻ, അഫു ചെയ്തു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് അള്ളാഹു വലിയ പ്രതിഫലമാക്കി മാറ്റിയത്. പരിശുദ്ധ റമദാനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്നത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മഗ്ഫിറത്താണ്, അല്ലേ? അള്ളാഹു പുറത്തിറങ്ങണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അവസാനത്തെ പത്തിൽ പ്രത്യേകിച്ചും നമ്മൾ ചോദിക്കുന്നത് മഗ്ഫിറത്തും ഇത്ഖും മിനന്നാറും ഒക്കെയാണ്. അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്, വല്യഅഫു വല്യസ്ഫഹു അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും. അല്ല, നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്ത് കിട്ടണമെന്ന് ആഗ്രഹമില്ലേ? അള്ളാഹു നിങ്ങൾക്ക് പുറത്തിറണ്ടേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വല്യഅഫു വല്യസ്ഫഹു, നിങ്ങളും പരസ്പരം വിട്ടുവീഴ്ച ചെയ്യും, വിട്ടുകൊടുക്ക്, പൊരുത്തപ്പെട്ടു കൊടുക്ക്. അള്ളാഹു നിങ്ങൾക്ക് പുറത്തിറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, പക്ഷെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെടാൻ വേണ്ടി തയ്യാറാകുന്നില്ല. ഇതെന്തൊരു വിരോധാഭാസമാണ് എന്ന് പടച്ചവൻ ചോദിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഉയർന്ന ഈമാനിക അവസ്ഥ നൽകി അള്ളാഹുവിൻ്റെ വചനങ്ങൾ മനസ്സുകൊണ്ട് സ്വീകരിച്ച് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്ത് യൂസുഫുമായി ബന്ധപ്പെട്ട വളരെ രസകരമായ ഒന്ന് രണ്ട് പോയിന്റ് കൂടിയുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നാളെയോ മറ്റോ നമുക്ക് അതും കൂടി പറഞ്ഞിട്ട് അത് പൂർത്തിയാക്കാം. ഇത് സൂറത്ത് യൂസുഫിൻ്റെ മൊത്തത്തിലുള്ള വിശദീകരണമല്ല, ചെറിയൊരു ചാവി മാത്രം ഇങ്ങനെ തരികയാണ്. ഈ ചാവിയുമായിട്ട് നിങ്ങൾ അത്ഭുതങ്ങളുടെ കലവറ തുറക്കണം. പരിശുദ്ധ ഖുർആൻ മുഴുവനും അത്ഭുതമാണ്, അതിലെ ഒരു ചെറിയ അത്ഭുതത്തിൻ്റെ ഭാഗം മാത്രമാണ് സൂറത്ത് യൂസുഫ്. ഈ ചാവിയുമായിട്ട് ചെല്ലണം, എന്നിട്ട് അത്ഭുതങ്ങളുടെ കലവറ തുറന്നിട്ട് ഓരോന്നും ഇങ്ങനെ കാണണം. സുബ്ഹാനക് സുബ്ഹാനക് എന്ന് മനസ്സിൻ്റെ അടിത്തളത്തിൽ നിന്ന് അടിഭാഗത്ത് നിന്ന് അറിയാതെ ഇങ്ങനെ വരണം. പടച്ചവനെ, ഇത് നിന്റെ വചനം, തൻസീലുൽ കിതാബ് തൻസീലു മിനല്ലാഹി അൽ അസീസുൽ അലീം എന്നൊക്കെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിൽ പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാനും അള്ളാഹുവിനെ അടുത്തറിയാനും ഒക്കെയുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.